പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ദൈവമക്കളുമായി ഞാൻ പങ്കുവെക്കാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവ് അതിലൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരോടും വ്യക്തമായി സംസാരിക്കുമെന്ന് ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചില ദിവസങ്ങൾക്ക് പുറകിൽ എനിക്ക് ആമോസിന്റെ പുസ്തകം ഒന്ന് വായിക്കാനും പഠിക്കുവാനും ഒരു അവസരമുണ്ടായി. ആ പുസ്തകത്തിൽ നിന്ന് ചില ചിന്തകൾ ദൈവമക്കളുമായി പങ്കുവെക്കാനാണ് എൻ്റെ ഉള്ളത്തിലുള്ള പ്രേരണ. അതിനാധാരമായി 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഞാൻ ഇവിടെ വായിക്കുന്നു. ആമോസ് പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിന്റെ 12-ാം വാക്യം. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്യമാകാം ഇത്. പക്ഷെങ്കിൽ പൊതുവെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ സാധ്യതയുള്ള ചില പുസ്തകങ്ങളാണ് പഴയ നിയമത്തിലെ മൈനർ പ്രോഫറ്റ്സ് എന്ന് പറയുന്ന പുസ്തകങ്ങൾ. പല കാരണങ്ങളുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വായിച്ചാൽ അത് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടും, പിന്നെ വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമുക്കെങ്ങനെയാണ് പുതിയ നിയമത്തിൽ ജീവിക്കുന്ന പുതിയ നിയമ വിശ്വാസികളാകുന്ന നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ആശയക്കുഴപ്പം കൊണ്ടൊക്കെ പലപ്പോഴും ഇഗ്നോർ ചെയ്യാൻ സാധ്യതയുള്ള ചില പുസ്തകങ്ങളാണ് ഈ മൈനർ പ്രോഫറ്റ്സ് എന്ന് പറയുന്ന പുസ്തകങ്ങൾ. ഇന്ന് ഞാൻ ആ അധ്യായത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഈ പുസ്തകത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടി അധികം പശ്ചാത്തലങ്ങളൊന്നും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലും അതിന്റെ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രവാചക പുസ്തകത്തിന്റെ പ്രസക്തി ദൈവമക്കളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി ഒരു കാര്യം മാത്രം ഒന്ന് പറയാൻ താല്പര്യപ്പെടുക. ആമോസ് എന്ന് പറയുന്ന ഈ പ്രവാചകൻ പ്രവചിക്കുന്നത് ഇസ്രായേലിനോടാണ്. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12 ഗോത്രം അടങ്ങിയിരുന്ന രാജ്യം ശലോമോന് ശേഷം 2ആയി വിഭജിക്കപ്പെട്ടു. 2ആകുമ്പോൾ 10 ഗോത്രങ്ങൾ അടങ്ങുന്ന ഒരു രാജ്യവും 2 ഗോത്രങ്ങൾ അടങ്ങുന്ന മറ്റൊരു രാജ്യമാണ്. ഈ 10 ഗോത്രങ്ങൾ അടങ്ങിയ രാജ്യത്തെയാണ് ഇസ്രായേൽ എന്ന് പൊതുവെ വിളിക്കുന്നത്. 2 ഗോത്രങ്ങൾ ഉള്ളതിനെ നമുക്കറിയാം യഹൂദ എന്ന് വിളിക്കുന്നു. ഇവിടെ ആമോസ് പ്രവാചകൻ ഇസ്രായേലിനോട് പ്രവചിക്കുക, അതായത് 10 ഗോത്രങ്ങൾ അടങ്ങുന്ന രാജ്യത്തോട് പ്രവചിച്ച് പറയുകയാണ്. ഈ പ്രവചന പുസ്തകം നമ്മൾ ഒന്ന് പെട്ടെന്നൊരു ചോദിക്കുക, എന്താണ് പ്രവാചകന്റെ മുഖ്യ സന്ദേശം, പ്രധാന വിഷയം എന്തുവാണെന്ന് ചോദിച്ചാൽ, പ്രവാചകൻ ഇസ്രായേലിനോട് പറയാ, ദൈവം നിങ്ങളെ ന്യായം വിധിക്കും. ദൈവം ന്യായം വിധിക്കുമെന്ന് മാത്രമല്ല, ദൈവം നിങ്ങളെ നശിപ്പിക്കുമെന്നുള്ള ഒരു ദൂതാണ്. പ്രവാചകൻ ശക്തമായി ചെന്ന ആ രാജ്യത്തോട് പറയാ, ദൈവം നശിപ്പിക്കും. ഇനിയും പ്രവചനം കഴിഞ്ഞു, പ്രവാചകനും പോയി. പക്ഷെങ്കിൽ 40 വർഷം കഴിഞ്ഞപ്പോൾ, ഏകദേശം 40 വർഷം കഴിഞ്ഞപ്പോൾ ഈ പ്രവാചകൻ പ്രവചിച്ചതുപോലെ തന്നെ ആ രാജ്യത്തിന് ഒരു അവസാനമുണ്ടായി. അസീറിയൻസ് വന്ന് നമുക്കറിയാവുന്ന ചരിത്രമായതുകൊണ്ട് അധികം സമയം ഞാൻ അവിടെ ചെലവഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഈ പ്രവാചകൻ പറഞ്ഞ പ്രവചനങ്ങൾ നിവർത്തിയാക്കിക്കൊണ്ട് ദേശത്തിന് നാശമുണ്ടായി, അവസാനമുണ്ടായി. നാം ഇത് ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ ഇസ്രായേൽ ദൈവത്തിന്റെ ഉടമ്പടി ഉണ്ടായിരുന്ന ഒരു ജനമാണ് ഇസ്രായേൽ. അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അവർക്ക് നാശമുണ്ടാകത്തില്ല, ദൈവം അവരെ ശിക്ഷിക്കത്തില്ലെന്നൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ പ്രവാചകന്റെ ആ വാക്കുകൾ അച്ചട്ടായിട്ട് നിറവേറിക്കൊണ്ട് ആ ദേശത്തിന് അവസാനം ഉണ്ടായെങ്കിൽ നമുക്കതിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. പുതിയ നിയമത്തിൽ നമുക്കറിയാം, യേശു കർത്താവിന്റെ മരണത്തിൽ കൂടെ പുതിയ നിയമ വിശ്വാസികളായ ദൈവസഭയുടെ ഭാഗമായിരിക്കുന്ന നമ്മൾ ചരിത്രത്തിൽ ജനത്തിന്, ഇസ്രായേലിനുണ്ടായ വീഴ്ചയിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. എന്തിനാണെന്നറിയാമോ? നമുക്കത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. ചരിത്രത്തിൽ സംഭവിച്ചത് നിങ്ങൾക്കൊരു വാർണിംഗ് ആയിട്ട് എഴുതിയിരിക്കുകയാണെന്ന് ലേഖനങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ നാം നമ്മളെ കൂടെ ഒന്ന് ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ നമ്മളെ ഒന്ന് ക്രമീകരിക്കുവാൻ ഇന്ന് പ്രഭാതത്തിലെ വചന ശുശ്രൂഷ കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
നമ്മൾ എടുത്തിരിക്കുന്ന ആ വേദഭാഗത്തിലേക്ക് കടന്നു വന്നാൽ, ഞാൻ ഇന്ന് പ്രധാനമായിട്ട് സംസാരിക്കുന്നത് ആമോസിന്റെ പ്രവചന പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് മാത്രമാണ്. 4-ാം അധ്യായത്തിൽ നിന്ന് മാത്രമാണ്. 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ഞാൻ അതൊന്നും കൂടെ വായിക്കാൻ താല്പര്യപ്പെടുക. ബൈബിളുള്ള എല്ലാവരും അതെടുത്ത് ആ വാക്യത്തിലേക്ക്, ആ അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കേന്ദ്രീകരിക്കണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. Therefore, this is what I will do to you, O Israel, and because I will do this to you, prepare to meet your God. ഈ വാക്യം മാത്രം വായിച്ച് കേൾക്കുമ്പോൾ ഒരു ആശയക്കുഴപ്പം അതിലുണ്ട്. കാരണം ആ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. അടുത്ത ഭാഗത്ത് പറയാ, ഞാൻ ഇത് നിന്നോട് ചെയ്യും. This I will do. This is what I will do. എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതാണ് 12-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പൊ തന്നെ നമ്മുടെ മുമ്പിലെ ചോദ്യമുണ്ട്: എന്താണ് ദൈവം ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് ദൈവം ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കണം. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വാക്യത്തിന്റെ തൊട്ട് മുകളിലത്തെ ഭാഗങ്ങൾ, അതായത് 12-ാം വാക്യമാണ് നമ്മൾ നോക്കിയത്, അതിന്റെ മുകളിലത്തെ ഭാഗം 6-ാം വാക്യം മുതൽ നമ്മൾ ഒന്ന് പെട്ടെന്ന് നോക്കിയെങ്കിൽ മാത്രമേ 12-ാം വാക്യത്തിൽ ദൈവം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. എന്താണ് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം നോക്കണമേ. അതിന്റെ 6-ാം വാക്യത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. 6-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങളുടെ പല്ലിന്റെ വെടിപ്പും എല്ലാ ഇടങ്ങളിലും അപ്പത്തിന്റെ കുറവ് വരുത്തിയിട്ടും നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. 6-ാം വാക്യത്തിൽ എന്തോ ദൈവം പറയുന്നത് അറിയോ? ദൈവം പറയാ, നിങ്ങളുടെ പട്ടണങ്ങളിൽ അപ്പത്തിന്റെ കുറവ്, പല്ലിന്റെ വെടുപ്പ് എന്ന് പറയുമ്പം ക്ഷാമമുണ്ടായി. ക്ഷാമം ഉണ്ടായപ്പോൾ ദൈവം ചിന്തിച്ചത്, ക്ഷാമം ഉണ്ടാകുമ്പോൾ ജനം ദൈവത്തിലേക്ക് തിരിയുമെന്ന. പക്ഷെ അതിന്റെ അവസാന ഭാഗത്ത് പറയാ, എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. അടുത്ത വാക്യം നോക്കണം. 8-ാം വാക്യത്തിൽ പറയാ, 2-3 പട്ടണം വെള്ളം കുടിപ്പാൻ ഒരു പട്ടണത്തിലേക്ക് ഉഴന്നു ചെന്നു, ദാഹം തീർന്നില്ലാതാനും. 8-ാം വാക്യത്തിൽ എന്തോ പറയുന്നത്? വെള്ളമില്ലാതെ വരൾച്ചയുണ്ടായി ദേശത്ത്. ദൈവം ചിന്തിച്ചത് വരൾച്ചയുണ്ടാകുമ്പോൾ ഈ ജനം ദൈവത്തിലേക്ക് തിരിയുമെന്ന. പക്ഷെ ആ വാക്യത്തിന് അവസാനവും പറയാ, എന്നിട്ടും നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല, തീർന്നില്ല. 10-11 വാക്യങ്ങൾ നോക്കണം. മഹാമാരി ദേശത്തുണ്ടായി, മരണങ്ങൾ വർദ്ധിച്ചു. ദൈവം ചിന്തിച്ചത് മരണം വരുമ്പോൾ ഇവർ ദൈവത്തിലേക്ക് തിരിയുമെന്ന. പക്ഷെ ജനം എന്നിട്ടും എങ്കലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അത് മാത്രമല്ല, 11-ാം വാക്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഉന്മൂലനാശം. അവർ യുദ്ധത്തിന് പുറപ്പെട്ടാൽ മരണമാണ് സംഭവിക്കുന്നത്, നാശമാണ് സംഭവിക്കുന്നത്. ദൈവത്തിന്റെ പ്രതീക്ഷ ജനം ദൈവത്തിലേക്ക് തിരിയുമെന്ന, പക്ഷെ തിരിഞ്ഞില്ല. ഇങ്ങനെ പല സംഭവങ്ങൾ ദേശത്തുണ്ടായിട്ടും ദൈവത്തിലേക്ക് തിരിയാതിരുന്ന ജനത്തോടാണ് 12-ാം വാക്യത്തിൽ പറയാ, അതുകൊണ്ട്. ഇംഗ്ലീഷിൽ therefore എന്നുള്ള വാക്കുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യും. എന്തോ അർത്ഥം? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഈ ജനം, അതായത് ഇസ്രായേൽ ജനം ദൈവത്തിലേക്ക് തിരിയാതിരുന്നത് കൊണ്ട് ദൈവം ജനത്തിലേക്ക് തിരിയുക. ആശയം മനസ്സിലാവുന്നുണ്ടോ? പല കാര്യങ്ങൾ അവരുടെ നടുവിൽ സംഭവിച്ചു. മരണം വന്നു, അപ്പമില്ലാത്ത അനുഭവം, വെള്ളമില്ലാത്ത അനുഭവം, മഹാമാരി വന്നു. ദൈവം ചിന്തിച്ചത് ഇവർ ഇതൊക്കെ വരുമ്പോ എന്നിലേക്ക് തിരിയുമെന്ന. പക്ഷെ ജനം തിരിഞ്ഞില്ല. ദൈവം പറയാ, ഇനി ഞാൻ വരാൻ പോവാ. മഹാമാരി അല്ല, അപ്പത്തിന്റെ പ്രശ്നമല്ല, സാക്ഷാൽ ദൈവം തന്നെ എതിരേറ്റ് വരിക. ഇനിയും ചോദ്യം, എന്തിനാണ് ദൈവം വരുന്നത്? ദൈവം വരുന്നത് അവരെ അനുഗ്രഹിച്ച് സമൃദ്ധിയിലേക്ക് നടത്താനല്ല. ദൈവം വരുന്നത് അവർ തിരിയാതിരുന്നത് കൊണ്ട് അവരെ ന്യായം വിധിക്കാനാ. പല ഭാഗങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കാം. 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ വന്നാൽ ദേശത്ത് നാശം സംഭവിക്കും. അതുകൊണ്ട് ജനത്തോട് പ്രവാചകൻ പറയാ, നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയാതിരുന്നത് കൊണ്ട്
ദൈവം ഇനി നിങ്ങളിലേക്ക് തിരിഞ്ഞു വരാൻ പോവാ, ദേശത്തിലേക്ക് തിരിഞ്ഞു വരാൻ പോവാ. അതുകൊണ്ട് ജനത്തോട് പറയാ, പ്രിപ്പയർ, ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ഒരു വാർണിംഗ് പറയാ. നിങ്ങൾ ഇതുവരെ ദൈവസന്നിധിയിലേക്ക് ചെന്ന് അവനെ എതിരേൽക്കാഞ്ഞത് കൊണ്ട് ഇനി ദൈവം നിങ്ങളിലേക്ക് തിരിഞ്ഞു വരിക. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം എന്നുള്ള ശക്തമായ വാർണിംഗ് പറയാം. 12-ാം വാക്യം. ഇനിയും 13-ാം വാക്യം, അതായത് 12-ന് ശേഷം അടുത്ത ഭാഗത്ത് പ്രവാചകൻ വിവരിക്കുന്ന ഒരു കാര്യം, ഈ എതിരേറ്റു വരുന്ന വ്യക്തി ആരാണ് എന്നുള്ള ഒരു വിവരണമാണ് 13-ാം വാക്യം. ഹൂ ഇസ് ദിസ് ഗോഡ് ഹൂ ഇസ് കമ്മിങ് ടു മീറ്റ് ദ പീപ്പിൾ? ജനത്തെ എതിരേറ്റു വരുന്ന, ജനത്തിലേക്ക് തിരിഞ്ഞു വരുന്ന ദൈവം ആരെന്നുള്ള ഒരു വിശദീകരണമാണ് 13-ാം വാക്യം. നോക്കിക്കേ, 13-ാം വാക്യം ഞാൻ വായിക്കാം. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവന്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ജനത്തോട് ഒരു മുന്നറിയിപ്പ് നൽകി ഒരാൾ എതിരേറ്റ് വരുന്നുണ്ട്, നിങ്ങൾ ഒരുങ്ങിയിരുന്നോണം. എന്നിട്ട് പറയാ, ഈ എതിരേറ്റ് വരുന്നത് ആരാന്നുള്ള ഒരു വിവരണം. അവിടെ നാമം എഴുതിയിട്ടുണ്ട്, പേരെഴുതിയിട്ടുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. എന്നിട്ട് ആ വാക്യത്തിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ, ഈ നേരിട്ട് വരുന്ന, ഇവരെ എതിരേൽക്കാൻ വരുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? മനുഷ്യന്റെ ദൃഷ്ടിയിൽ, ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യൻ നോക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന പല കാര്യങ്ങളും, അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിസ്സാരമായി ചെയ്യുന്ന ഒരാളാണ് എതിരേറ്റ് വരുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പർവ്വതങ്ങളെ സൃഷ്ടിക്കുന്നവൻ, പർവ്വതങ്ങളെ നിർമ്മിക്കുന്നവൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ നോക്കിയപ്പോൾ വലിയ പർവ്വതം, കയറി ചെല്ലാൻ പറ്റാത്തവണ്ണം ഉയരമുള്ള വലിയ വലിയ പർവ്വതങ്ങളെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. പക്ഷെ പ്രവാചകൻ പറയാ, ഈ എതിരേറ്റ് വരുന്ന ദൈവമാണ് ഈ പർവ്വതത്തെ സൃഷ്ടിച്ചത്. അത് മാത്രമല്ല, ശക്തമായ കാറ്റടിക്കുമ്പോൾ, കൊടുങ്കാറ്റുകൾ അടിച്ചപ്പോൾ അവർ പേടിച്ച് ഇതിന്റെ പുറകിൽ ആരാന്നൊക്കെ ചിന്തിച്ചു. പ്രവാചകൻ പറയാ, എതിരേറ്റു വരുന്ന ദൈവം ഈ കാറ്റിനെ സൃഷ്ടിച്ചവനാണ്. അവിടെ ഒന്നും തീരുന്നില്ല. അതിനകത്തൊരു പ്രസക്തമായ ഒരു ഭാഗമുണ്ട്. എന്നോടൊപ്പം ഉള്ള ദൈവമക്കൾ ആ ഭാഗം ഒന്ന് അടിവര ഇട്ടോണം. അവിടെ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യനോട് അവന്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുന്നയാളാ വരുന്നത്. മനസ്സിലായോ? മനുഷ്യന്റെ നിരൂപണം, അതായത് ചിന്തയിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ പരസ്യപ്പെടുത്തും. ഇംഗ്ലീഷിൽ ഡിക്ലെയർ എന്നുള്ള വാക്കാണ്. എന്ന് പറഞ്ഞാൽ പരസ്യമായി പ്രഖ്യാപിക്കും മനുഷ്യന്റെ ചിന്തയിൽ കൂടെ പോകുന്നത് എന്താണെന്ന്. അതൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇന്നിപ്പോ ഈ സൂം മീറ്റിംഗ് 12 മണിക്കൂറത്തെ പ്രാർത്ഥനയുടെ അവസാനം കർത്താവിന്റെ ദാസൻ നമ്മുടെയൊക്കെ ചിന്തയിലുള്ള കാര്യങ്ങൾ ഈ സൂമിൽ കൂടെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പേ നമ്മൾ സ്ഥലം പെടുത്തില്ലേ? ചിന്തയിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ പരസ്യപ്പെടുത്തിയാൽ നിൽക്കാൻ നമുക്ക് കഴിയുമോ? പക്ഷെ ഇവിടെ പ്രവാചകൻ പറയാ, ഈ എതിരേറ്റ് വരുന്ന ആളുണ്ടല്ലോ, അത് സാധാരണ മനുഷ്യനല്ല, കളിപ്പിക്കാൻ സാധ്യമല്ല. ചിന്തയിൽ കൂടെ പോയത്, ചിന്തിച്ചു കൂട്ടിയത്, രഹസ്യത്തിൽ താലോലിച്ചത് വരെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ അറിവുള്ള സർവശക്തനാണ് എതിരേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറയാ, ഒരുങ്ങിയിരിക്കുക, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഞാൻ ഇന്ന് പ്രധാനമായിട്ട് പ്രഭാതത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, ഈ ജനത്തിനോട് എന്തുകൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞത്? വാട്ട് ഇസ് ദ മിസ്റ്റേക്ക് ദേ മേഡ്? അവർ ചെയ്ത തെറ്റെന്താണ്? അവർക്ക് പറ്റിയ വീഴ്ച എന്താണ്? അവർ എവിടെയാണ് ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ചത്? ഇത് പഠിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതവും നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം, ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കുറവുകൾ ഉണ്ടെങ്കിൽ ക്രമീകരിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് ബുദ്ധി ഉപദേശിക്കുക. 3 കാര്യങ്ങളാണ് ഞാൻ ദൈവമക്കളുടെ മുമ്പാകെ ഇന്ന് വെക്കാൻ താല്പര്യപ്പെടുന്നത്. 3 കാര്യങ്ങൾ, 3 ഏരിയ. ഈ ഭാഗം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ, ഈ ജനത്തിന്റെ വീഴ്ച എന്താണെന്ന് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം മുഴുവനും പറഞ്ഞ് അതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞെങ്കിലേ ആകത്തുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ തന്നെ, അങ്ങനെ ഒരു വിശദീകരണത്തിലേക്ക് കടക്കാതെ കേവലം ഈ 4-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് മാത്രം
ചില കാര്യങ്ങൾ, അതായത് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ, സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് 3 കാര്യങ്ങൾ ദൈവമക്കളുടെ മുമ്പാകെ വെക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതായത് പ്രവാചകൻ പറയാ, ദൈവം നിങ്ങളെ എതിരേറ്റ് വരും. എതിരേറ്റ് വരുമ്പോൾ നിങ്ങൾ ക്രമത്തിലാക്കണ്ട, നിങ്ങൾ ക്രമീകരിക്കേണ്ട 3 മേഖല 4-ാം അധ്യായത്തിൽ നിന്ന് പറയാൻ താല്പര്യപ്പെടുക. നോക്കണം, 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 4-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യം ഒന്ന് നോക്കിക്കേ. 4-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യം ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ, ഹിയർ ദിസ് വേർഡ്. മലയാളത്തിൽ ആ വാക്യത്തിന്റെ അവസാന ഭാഗത്താ ഈ വചനം കേൾപ്പീൻ, ഈ വചനം കേൾപ്പീൻ. ഈ വാക്ക് ഹിയർ ദിസ് വേർഡ് എന്നുള്ള വാക്ക് 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം, ഈ 3 അധ്യായങ്ങളുടെയും ആദ്യത്തെ വാക്യത്തിൽ ഇതേ കാര്യമാണ് പ്രവാചകൻ ആവർത്തിച്ചു പറയുന്നത്. ഹിയർ ദിസ് വേർഡ്, ഈ വചനം കേൾപ്പീൻ, ഈ വചനം കേൾപ്പീൻ എന്ന് പറഞ്ഞാൽ ആ ജനത്തെ ക്ഷണിക്കുക. ഇസ്രായേൽ ജനമേ, വചനം കേൾക്കുക, വചനം കേൾക്കാൻ അവരെ ക്ഷണിക്കുക. എന്താ കാരണം എന്നറിയോ? ഇഗ്നോറൻസ് ടു ഗോഡ്സ് വേർഡ് ഈസ് ഡേഞ്ചറസ്. ദൈവത്തിന്റെ വചനത്തെ അവഗണിക്കുന്നത് അപകടമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ ആവർത്തിച്ച് ജനത്തോട് പറയാ, ദൈവത്തിന്റെ വചനത്തെ തള്ളിക്കളയല്ലേ, ദൈവത്തിന്റെ വചനത്തെ തള്ളിക്കളയരുത്. അത് ഞാൻ ഈ സന്ദേശത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ പറയട്ടെ, ഇന്ന് പൊതുവെ പലർക്കും ദൈവവചന ശുശ്രൂഷയും വചന പഠനം, വചന കേൾവി വലിയ താല്പര്യം ഇല്ലാതെ പോകുന്ന ഒരു സമയമാ. നമ്മൾ തിരിച്ചറിയേണ്ട അതിപ്രധാനപ്പെട്ട പാഠം ഇവിടെയുണ്ട്. ദൈവവചനത്തോട് അലസി അല്ലെങ്കിൽ ഒരു ഉഴപ്പിയ മനോഭാവമാണെങ്കിൽ, ദൈവവചനത്തെ ഇഗ്നോർ ചെയ്ത് കളയുന്ന, തള്ളിക്കളയുന്ന അനുഭവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കോണം, അത് അപകടത്തിലേക്കുള്ള ഒരു യാത്രയാ. അത് ക്രിസ്തീയ ജീവിതത്തിലെ അധപ്പതനത്തിന്റെ ആദ്യ പടിയാ. ചിന്തിച്ചാൽ മതി, വചന ശുശ്രൂഷയിൽ അടുത്തതായിട്ട് വചന ശുശ്രൂഷയാണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ എന്തുവാ പോകുന്നത്? അധിക സമയം ഒന്നും കേട്ടിരിക്കാൻ ഇപ്പൊ എന്തോ ഇല്ല, താല്പര്യമില്ല. വ്യക്തിപരമായ വചന പഠനം, വചന കേൾവി നോട്ട് ഇൻട്രസ്റ്റിംഗ്, വലിയ താല്പര്യമില്ല. അത് ഒന്നാമത്തെ സൈനാണ്, അപകടത്തിലേക്ക് പോകുന്നതിന്റെ അടയാളമാണ്. അതാണ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്, ഈ വചനം കേൾക്കാതിരുന്നാൽ ഇസ്രായേലിലെ ദൈവം നിങ്ങളെ എതിരേറ്റ് ന്യായം വിധിക്കാൻ വരും. ഗൗരവത്തോടെ നമ്മൾ കേൾക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ വചനത്തെ, വചന ശുശ്രൂഷയെ വേദികളിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് സത്യവചനത്തെ പ്രസംഗിക്കാനും കേൾക്കാനും ജനത്തിന് താല്പര്യമില്ലാതെ പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്, വചനത്തെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ അപകടത്തിലേക്ക്, ന്യായവിധിയിലേക്ക് നടന്നെടുക്കുകയാണെന്ന് നമ്മൾ മറന്നു പോകരുത്. ഈ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ ഒരു കൂട്ടത്തെ വിളിക്കുക. ഹിയർ, നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കാൻ ഒരു കൂട്ടത്തെ വിളിക്കുക. അതിലേക്കാണ് ദൈവമക്കളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. ആരെയാണ് പ്രവാചകൻ വിളിക്കുന്നത്? ആരാണ് ഇവിടെ ദൈവത്തിന്റെ വചനം കേൾക്കാൻ വേണ്ടി പ്രവാചകൻ വിളിക്കുന്നത്? 4-ാം അധ്യായത്തിൽ നോക്കിക്കേ, അതിന്റെ 1-ാം വാക്യം, എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവീൻ, ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമരിയ പർവ്വതത്തിലെ ഭാഷാന്യ പശുക്കളെ ഈ വചനം കേൾപ്പീൻ. ഇവിടെ പ്രവാചകൻ അപ്പൊ ആരെയാ വിളിക്കുന്നത്? ആ വാക്യത്തിന്റെ ഒറ്റ വായനയിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, ശമരിയ പർവ്വതത്തിലെ ഭാഷാന്യ പശുക്കളെ എന്നാണ് വിളി. അല്ല, നമുക്കറിയാം പശുക്കൾ ഒരിക്കലും മനുഷ്യന്റെ പ്രസംഗവും വചന ശുശ്രൂഷയും ഒന്നും കേൾക്കാറില്ല, കേൾക്കത്തുമില്ല. ഇവിടെ പറയുന്നത് പ്രവാചകൻ ഒരു കൂട്ടം ആൾക്കാരെയാണ് ഈ പേരുപയോഗിച്ച് വിളിക്കുന്നത്. അത് ആരെയാണെന്നറിയോ? അത് ഇസ്രായേലിലെ സ്ത്രീകളെ പറ്റിയാ പറയുന്നത്. അതെങ്ങനെ അറിയാൻ ചോദിച്ചാൽ ആ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, തങ്ങളുടെ ഭർത്താക്കന്മാരോട് ഇവര് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് ഇസ്രായേലിലെ സ്ത്രീകളെയാണ് പ്രവാചകൻ വിളിക്കുന്നത്. ശമരിയ പർവ്വതത്തിലെ ഭാഷാന്യ പശുക്കൾ. സഹോദരിമാർ എന്നോട് പിണങ്ങരുത്, നമ്മളെ പറ്റിയേ അല്ല, ഇസ്രായേലിലെ സ്ത്രീകളെ പ്രവാചകൻ വിളിച്ചതാണ്
ഭാഷാന്യ പശുക്കൾ. അതെന്താ അങ്ങനെ വിളിക്കാൻ കാരണം? ഒരു മര്യാദക്കൊക്കെ പ്രസംഗിക്കണ്ടേ, ഒരു മര്യാദക്കൊക്കെ ദൂത് പറയണ്ടേ? ഇങ്ങനെയാണോ ദൂത് പറയുന്നത്? പരിജ്ഞാനക്കുറവായിരിക്കും ആമോസിനൊക്കെ നമുക്ക് തോന്നും. പക്ഷെ പ്രവാചകൻ ഇത് മനപൂർവം അവരെ കുത്തി പറഞ്ഞതാ. എന്താ കാരണം എന്നറിയോ? കാരണമുണ്ട്. കാരണം ഈ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ ആഡംബരത്തോടെ അഹങ്കാരത്തോടെയുള്ള ജീവിത ശൈലിയെ കണ്ടിട്ട് പ്രവാചകൻ അവരെ വിളിക്കുക ഭാഷാന്യ പശുക്കൾ. അല്ല, ഈ ഭാഷാൻ എന്തുവാന്ന് ഞാനൊന്ന് പറയാം. എന്തുവാ ഈ ഭാഷാൻ? ഭാഷാൻ എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്തിന്റെ പേരാ. അവരുടെ നാട്ടിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് ഭാഷാൻ. ഭാഷാന്റെ പ്രത്യേകത ആ നാട്ടിൽ പുല്ല് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ പശുവിനെ പോലുള്ള മൃഗങ്ങളൊക്കെ ഈ പുല്ല് ശരിക്ക് കഴിച്ച് തടിച്ച് കൊഴുത്ത് പാർക്കുന്ന ഒരു നാടാണ് ഭാഷാൻ. ഭാഷാനിലെ പശു എന്ന് പറഞ്ഞാൽ സാധാരണ പശുവിനേക്കാൾ 2 ഇരട്ടി കാണും. അത് മാത്രമല്ല, നമുക്കറിയാവുന്ന ഒരു വേദഭാഗമുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ നമ്മൾ വിവരിക്കുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു ഭാഗമുണ്ട്, നമ്മൾ കോട്ട് ചെയ്യുന്ന ഒരു സങ്കീർത്തന ഭാഗമുണ്ട്. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ഭാഷാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. കേട്ടിട്ടില്ലേ? എന്തോ ഈ ഭാഷാൻ കൂറ്റന്മാർ? ഭാഷാൻ കൂറ്റം എന്ന് പറഞ്ഞാൽ ഭാഷാനിലെ മൃഗങ്ങൾ തടിച്ചു കൊഴുത്ത് യജമാനനെ പോലും ധിക്കരിക്കുന്ന ഒരു കൂട്ടമാണ്. ആ കാര്യത്തെ എടുത്ത്, ആ മൃഗത്തിന്റെ സ്വഭാവത്തെ എടുത്തിട്ട് പ്രവാചകൻ പറയാ ഇസ്രായേലിലെ സ്ത്രീകൾ ഭാഷാനിലെ പശുക്കളുടെ സ്വഭാവമാണ്. ധിക്കരിക്കുന്ന, അഹങ്കാരത്തോടെ ജീവിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഈ ഒന്നാമതായിട്ട് ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം എന്തോ അറിയോ? ഇത് ഇസ്രായേലിലെ ഒരു കുടുംബത്തിന്റെ പിക്ചറാ. ഒരു ഫാമിലി ഫോട്ടോ, ഫാമിലി പിക്ചറായിട്ട് കണ്ടാൽ മതി. ഇസ്രായേലിലെ ഒരു കുടുംബത്തിന്റെ ഫോട്ടോ, പിക്ചർ ഇവിടെ കാണാം. എന്തുവാണെന്നറിയോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. ലേസിയായിട്ട് മടി പിടിച്ചിരിക്കുന്ന സ്ത്രീകളും, അത് മാത്രമല്ല അഹങ്കാരത്തോടെ വസ്ത്രം ധരിച്ച് അതിനെ പ്രദർശിപ്പിക്കാൻ, ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി അണിഞ്ഞ് ഒരുങ്ങി നടക്കുന്ന ഒരു കൂട്ടം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിലെ പ്രശ്നം ക്രമം തെറ്റിയ കുടുംബ ജീവിതം. ഡിസോർഡർ ഇൻ ദ ഫാമിലി. കുടുംബത്തിലെ ഓർഡർ തെറ്റിച്ചു കളഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, കുടുംബം, ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. കുടുംബത്തിന്റെ ഓർഡർ തെറ്റിയാൽ ദൈവം ചോദിക്കും. ഇന്ന് ഒന്നാമതായിട്ട് ഈ പ്രാർത്ഥനാ ദിനത്തിൽ ദൈവം നമ്മളോട് ചോദിക്കുന്ന, ദൈവം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ വചനമെന്ന കണ്ണാടിയുടെ മുമ്പിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ നാം നോക്കണം, ഹൗ ഈസ് മൈ ഫാമിലി, ഈസ് ഇറ്റ് ഇൻ ഓർഡർ? അത് ക്രമത്തിലാണോ, അത് ഓർഡറിലാണോ എന്ന് പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന ഓരോരുത്തരും ശോധന ചെയ്യണം. പ്രധാനമായിട്ട് ഞാനിന്ന് പറയുന്ന കാര്യം, എന്തുവായിരുന്നു ഇസ്രായേലിലെ ആ കുടുംബത്തിലെ പ്രശ്നം? വാട്ട് ഈസ് ദ പ്രോബ്ലം? അത് നമുക്കുണ്ടല്ലോ. ഞാനൊരു രസകരമായ ഒരു കാര്യം പറയാം, നിങ്ങൾ എന്നോട് യോജിക്കും. നമുക്ക് വേറൊരാളുടെ കുടുംബത്തിലെ പ്രശ്നം പറയാൻ വളരെ താല്പര്യം. ഇപ്പൊ ഇസ്രായേലിലെ കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തുവാ നമുക്കൊരു ഇൻട്രസ്റ്റ് വരും. വേറൊരാളുടെ, അവരുടെ കാര്യം അറിഞ്ഞോ, ഇവരുടെ കാര്യം അറിഞ്ഞോ, ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. ഇപ്പൊ ഞാൻ ഇസ്രായേലിന്റെ കാര്യം പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. ബട്ട് അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. എൻ്റെ കുടുംബത്തിൽ എങ്ങനെയാ, ഓർഡർ കറക്റ്റ് ആണോ, എൻ്റെ കുടുംബത്തിന്റെ ഓർഡർ ദൈവം അനുവദിച്ചിരിക്കുന്നത് പോലെയാണോ എന്ന് അവരെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് ശോധന ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം. നോക്കണം, 1-ാം വാക്യത്തിൽ ഞാൻ ഒന്നുകൂടെ വായിക്കാം. അതിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവീൻ, ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയും. അയ്യോ, ഇസ്രായേലിലെ സ്ത്രീകൾ വീട്ടിലിരുന്നിട്ട് ഭർത്താക്കന്മാരോട് പറയാ, എടുത്തോണ്ട് വന്നേ, ഞങ്ങൾ കുടിക്കട്ടെ എന്ന് കൽപ്പന കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് അവിടെ കാണേണ്ട കുടുംബത്തിന്റെ ഓർഡർ മനസ്സിലായോ? സാധാരണയായി, നാച്ചുറലി ഒരു കുടുംബത്തിൽ സ്ത്രീകൾ ചെയ്യേണ്ട ജോലികളുണ്ട്. ഞാനിപ്പോ ജോലി ഏതാണെന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ.
ആ ജോലികൾ പോലും സ്ത്രീകൾ ചെയ്യാൻ തയ്യാറാകാതെ ഭർത്താക്കന്മാരെ കമാൻഡ് ചെയ്യുന്ന, അവർക്ക് ആജ്ഞ കൊടുക്കുന്ന നിലയിലേക്ക് ഓർഡർ തെറ്റി എന്ന് പറഞ്ഞാൽ ചെറുകെ കുടുംബത്തിലെ ബോസായി ആര്? അമ്മാമ്മ. അച്ചായന്റെ മേളിൽ ഇപ്പൊ ഇരിക്കുന്നത് അമ്മാമ്മയാണ്. അമ്മാമ്മ പറയുന്നത് അച്ചായൻ കേട്ട് കൃത്യമായി ചെയ്യണം. അഹങ്കാരത്തോടെ കുടുംബങ്ങളിൽ ആധിപത്യം പുലർത്താൻ അവിടുത്തെ സ്ത്രീകൾ ആഗ്രഹിച്ചു. ആ വാക്ക് അവിടെ പറയുന്ന കാര്യം ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവന്നാട്ടെ എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി ഗൗരവമേറിയ വിഷയമാണ്. എന്തുവാ കുടിക്കാൻ കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ അത് അവരുടെ ദുർനടപ്പും ഒക്കെയാണ് കാണിക്കുന്നത്. ഇമ്മോറൽ ലൈഫ് സ്റ്റൈലാണ് കാണിക്കുന്നത്. അധപ്പതിച്ചു പോയ കുടുംബങ്ങളായിരുന്നു ഇസ്രായേലിൽ ഉണ്ടായിരുന്നത്. അവരുടെ കാലഘട്ടത്തെ പറ്റി പറഞ്ഞാൽ പൈസക്ക് കുറവില്ല, സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുക. പക്ഷെങ്കിൽ ഈ സമ്പത്ത് കൂടിയപ്പോൾ, സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഓർഡർ തെറ്റി കുടുംബത്തിലെ. പ്രവാചകൻ ഒന്നാമതായിട്ട് ഒട്ടും ദയ കാണിക്കാതെ ശക്തമായി ദൂത് പറയുക, ഭാഷാന്യ പശുക്കളാണ് ഇസ്രായേലിലെ സ്ത്രീകൾ, നിങ്ങളെ ന്യായം വിധിക്കാൻ ദൈവം എതിരേറ്റു വരും. ഇത് കേൾക്കുമ്പോൾ നാം ഭയത്തോടെ നമ്മളെ തന്നെ ദൈവവചനത്തിന്റെ മുമ്പാകെ ഒന്ന് വെച്ച് ശോധന ചെയ്യണം. കർത്താവേ, എന്റെ കുടുംബജീവിതം എങ്ങനെ ഇരിക്കുന്നു? എന്റെ കുടുംബജീവിതം എങ്ങനെ ഇരിക്കുന്നു? ഞാനിത് പറയുമ്പോൾ പുതിയ നിയമത്തിലേക്ക് അതിനൊരു ആപ്ലിക്കേഷൻ കൊണ്ടുവരാൻ താല്പര്യപ്പെടുക. പുതിയ നിയമം നമ്മൾ പഠിച്ചാൽ പല വേദഭാഗങ്ങൾ ഇതിനോട് ചേർത്ത് നമുക്ക് വെക്കാൻ പറ്റും. ഞാൻ ഒത്തിരി ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും എഫേസ്യ ലേഖനം 5-ാം അധ്യായം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം, പത്രോസിന്റെ ലേഖനം, ഇങ്ങനെ പല ലേഖനങ്ങളിൽ ബൈബിളിൽ, വിശുദ്ധ ബൈബിളിൽ കുടുംബത്തിന്റെ ഓർഡർ എങ്ങനെ ആയിരിക്കണമെന്നുള്ള വിശദീകരണം തന്നിട്ടുണ്ട്. അതിൻ പ്രകാരമാണോ എൻ്റെ ജീവിതം നിങ്ങളുടെ ജീവിതം എന്ന് നമ്മൾ ഇന്ന് ശോധന ചെയ്തിട്ടേ പോകാം. ഞാനൊരു ഭാഗം വായിക്കുക മാത്രം ചെയ്യാം, നിങ്ങൾക്കറിയാവുന്ന ഭാഗമാണ്. ഒന്ന് കേൾക്കുമ്പോൾ തന്നെ നാം നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കുക. എഫേസ്യ ലേഖനം 5:21 വാക്യം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. അപ്പൊ കുടുംബത്തിന്റെ ഓർഡർ എങ്ങനെയാന്ന് മനസ്സിലായോ? അവിടെ ഓർഡർ തെറ്റിച്ച് ഭാര്യമാര് ഭർത്താക്കന്മാരുടെ മേളിൽ കയറി. കുടുംബത്തിന്റെ ഓർഡർ അതല്ല. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഭർത്താക്കന്മാരാണ്. അല്ല, അവിടെ തീർന്നില്ല. താഴേക്ക് വരുമ്പം പറയുന്നുണ്ട്, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അല്ല, ഞങ്ങൾക്ക് സ്നേഹമാണെന്നൊക്കെ പറയും, പക്ഷെ സ്നേഹത്തിനൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിന്റെ താഴേക്ക് പറയുന്നത് ക്രിസ്തു സഭയ്ക്ക് വേണ്ടി എന്താ ചെയ്തതെന്നൊക്കെ പറയാ. ഞാൻ അതിന്റെ ഒരു സമ്മറി പോലെ പറഞ്ഞാൽ അവസാന ഭാഗ്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ച് അത്രേ പറയുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയെയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഒറ്റ വാക്കിൽ, റെസ്പെക്ട് യുവർ ഹസ്ബൻഡ്, ലവ് യുവർ വൈഫ്. ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുക, ഭാര്യമാരെ സ്നേഹിക്കുക. കാരണം അവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായി കാണും. കുടുംബ ബന്ധത്തിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തെ എന്തിനോടാ കമ്പയർ ചെയ്തേക്കുന്നറിയോ? ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹത്തോട് കമ്പയർ ചെയ്തിരിക്കുക. സാധാരണ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മള് നല്ല നല്ല ആശംസകൾ, ഗ്രീറ്റിംഗ്സ് ഒക്കെ എഴുതി ഫ്രെയിം ആയിട്ടോ ബുക്കിലോ അല്ലെങ്കിലൊക്കെ എഴുതി അയച്ചു കൊടുക്കാറുണ്ട്. അതിൽ സാധാരണ കേൾക്കുന്ന ഒരു ഗ്രീറ്റിംഗ് ഇങ്ങനെയാണ്, കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് അതിനോട് ചേർത്ത് നമ്മൾ പറയും, വിഷ് യു എ ക്രൈസ്റ്റ് സെന്റേർഡ് മാരേജ്, മേ യുവർ ഗോഡ്ലി മാരേജ് show Christ's love to the world by how you care and love each other. എന്താ ഉദ്ദേശിച്ചേ? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതും കരുതുന്നതും കാണുമ്പോൾ ലോകം കാണട്ടെ. എന്ത്? ക്രിസ്തു സഭയെ സ്നേഹിച്ചത് കാണട്ടെ.
നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇരിക്കുന്നത് കണ്ടാൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ തോന്നുമോ? ഞാൻ എൻ്റെ ഭാര്യയോട് പെരുമാറുന്നത് കണ്ടാൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ തോന്നുമോ? അതാണ് ബൈബിളിൽ പറയുന്ന സ്റ്റാൻഡേർഡ്. ഞാനിത് പറയുമ്പോൾ ഇന്ന് ദൈവമക്കൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം തിരിച്ചറിയണം, ഭാര്യയും ഭർത്താവും ഒറ്റക്കെട്ടായി ഐക്യതയോടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് ലോകത്തോട് വിളിച്ചു പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റിയാണ്. അതിന്റെ ഒരു പ്രദർശനമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറേണ്ടത് ആവശ്യമാകുന്നു. ഇത് ഞാൻ പറയുമ്പോൾ ഇത് എനിക്ക് വളരെയധികം ആപ്ലിക്കബിൾ ആണ്. എന്നെക്കാളും പ്രായത്തിൽ മുതിർന്നവരാണ് എന്നെ കേൾക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു ആൻഡ് ഫോർ മീ ആസ് വെൽ. ഇത് പറയുന്ന കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രമീകരണങ്ങൾ കൊണ്ടുവരേണ്ട മേഖലകളിൽ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ കൊണ്ടുവരട്ടെ. ഞാനിത് പറയുമ്പോൾ തന്നെ പറയട്ടെ, കുടുംബത്തിനെതിരെ ശക്തമായ പോരാട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പോരാട്ടം കുടുംബത്തിന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ, മക്കളുടെ ഭാവി, തലമുറയുടെ വിദേശയാത്ര, സാമ്പത്തിക പ്രശ്നം, അതിനെപ്പറ്റിയല്ല. അതിനേക്കാളുമൊക്കെ അപ്പുറത്ത് ഗുരുതരമായ ഒരു അറ്റാക്ക് ഉണ്ട്. എന്തിനെതിരെയാണെന്നറിയോ? ഈ ഓർഡറിനെ തെറ്റിച്ച് കളയാനുള്ള അറ്റാക്ക്. ദൈവം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓർഡറിനെ ധിക്കരിക്കുന്ന ഒരു മനോഭാവം പലരിലും കാണാൻ ഈ കാലങ്ങളിൽ കഴിയും. ഞാൻ ഒരു ഒറ്റ വാക്ക് പറഞ്ഞിട്ട് ആ ഭാഗം വിടാൻ താല്പര്യപ്പെടുക. ദൈവം വെച്ചിരിക്കുന്ന ഓർഡറിനെ ധിക്കരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തോടുള്ള ധിക്കാരമാണ്. അതിന് ദൈവം പകരം ചോദിക്കും. ഇന്നത്തെ സഭകളിൽ കാണുന്ന പല ദൈവമക്കളുടെ ഇടയിലും കാണുന്ന ഗുരുതരമായ പ്രശ്നമാണിത്. എന്തുവാണെന്നറിയാമോ? ഭാര്യയെ സ്നേഹിക്കാത്ത അച്ചായൻ നല്ലവണ്ണം പ്രബോധനം പറയും. പ്രബോധനം അല്ല, വേണമെങ്കിൽ 2 മണിക്കൂർ പ്രസംഗിക്കും. അച്ചായനെ ഗവനിക്കാത്ത ഭാര്യമാര് നല്ലവണ്ണം പാട്ടുപാടും. പാട്ടല്ല, വേണമെങ്കിൽ മ്യൂസിക് നൈറ്റ് നടത്തും. പക്ഷെ അതല്ല ദൈവം വെച്ചിരിക്കുന്ന ഓർഡർ. ഫസ്റ്റ് ഈസ് ദ ഓർഡർ ഇൻ ദ ഫാമിലി. ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞോട്ടെ. നമ്മൾ മുമ്പേ ആ വായിച്ച വാക്യത്തോട് ചേർത്ത് ഞാൻ പറയാം. എന്നെ കേൾക്കുന്ന സഹോദരിമാര്, ആന്റിമാര്, അമ്മാമ്മമാര്, ഈ ഭാഗം ഒന്ന് കേൾക്കണമേ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന ഭർത്താക്കന്മാർക്കെതിരെ വാക്കല്ല ചിന്തകളിൽ പോലും അവരെ അപമാനിക്കുന്ന, അവരെ ഡിസോണർ ചെയ്യുന്ന വാക്കുകളോ ചിന്തകളോ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. എന്താ കാരണം എന്നറിയോ? ചിലയിടത്തൊക്കെ സഹോദരിമാര് കൂട്ടം കൂടി പ്രാർത്ഥിക്കാൻ കൂടി അവസാനം ഇവിടുത്തെ അച്ചായന്റെ കുറ്റം അവിടുത്തെ അച്ചായന്റെ കുറ്റം ഇവിടെയും പറഞ്ഞ് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം ഭർത്താക്കന്മാരെ ഡിസോണർ ചെയ്യുന്ന പല അനുഭവങ്ങൾ ഉണ്ടാകുന്ന അനുഭവം. വാട്ട് ഈസ് ഗോഡ് സേയിങ്? ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? ഈ എതിരേറ്റ് വരുന്ന വ്യക്തി ഉണ്ടല്ലോ, ചിന്തകളെ അറിയുന്നവനാ. അവൻ ദൂരത്ത് നിന്ന് നിരൂപണത്തെ ഗ്രഹിക്കുന്നവനാ. അറ്റ് ദ സെയിം ടൈം അതോടൊപ്പം തന്നെ എന്നെ കേൾക്കുന്ന സഹോദരന്മാര്, എന്നെ കേൾക്കുന്ന അങ്കിൾമാര്, അച്ചായന്മാർ, നാമും കരുതേണ്ടത് ആവശ്യമാണ്. എന്തുവാണെന്നറിയാമോ? ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന കർത്താവിന്റെ ഒരു മകളെ കർത്താവ് ഭാര്യയായിട്ട് എനിക്കും നിങ്ങൾക്കും വരുമ്പോൾ ആ സഹോദരിയെ, ആ ഭാര്യയെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ കരുതുവാൻ നമുക്ക് തയ്യാറാവും. അവഹേളിക്കുന്ന, നിന്ദിക്കുന്ന, കളിയാക്കുന്ന വാക്കുകൾ കുടുംബത്തിൽ ചേർന്നതല്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന വാക്കുകളല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പണിയുന്ന ഒരു അനുഭവമാണ് നമുക്ക് വേണ്ടത്. ഇതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ, ചിന്തകളിൽ പറ്റത്തില്ലെങ്കിൽ മാരിറ്റൽ അൺഫെയ്ത്ത്ഫുൾനെസ്, വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ ദൈവം പൊറുക്കുമോ? ചിന്തിക്കാൻ പാടില്ലെങ്കിൽ വിവാഹത്തിനപ്പുറത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ പുലർത്തിയാൽ അത് ദൈവത്തിന്റെ മുമ്പിൽ യോഗ്യമല്ല. ദൈവം എതിരേറ്റുവരും, ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കണം. ഇത് മാനുഷികമായി
എളുപ്പത്തിന് കഴിയുന്ന കാര്യമല്ല. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ആ കുടുംബ ജീവിതത്തിലെ ആ ഓർഡർ പറയുമ്പോൾ അതിന്റെ തൊട്ടുമേളിൽ പറയുന്ന എന്തോ അറിയാമോ? പരിശുദ്ധാത്മാവിനാൽ നിറയുക, പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം, കുടുംബജീവിതം ക്രമത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ നിറവ് നമുക്ക് ആവശ്യമാ. ഈ പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ കുടുംബത്തിന്റെ ഓർഡർ ശരിയാവണം. സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, കരുതുവാൻ നമുക്ക് കഴിയണം. ഞാൻ ആ ഭാഗം അവിടെ വിടാൻ താല്പര്യപ്പെടുക. ഒന്നാമതായിട്ട് ദൈവം നമ്മളോട് ചോദിക്കുന്നത്, ഈസ് മൈ ഫാമിലി ഇൻ ഓർഡർ? ആ ജനത്തെ ദൈവം ന്യായം വിധിക്കാനുണ്ടായ ഒന്നാമത്തെ കാരണം ഓർഡർ തെറ്റിയ കുടുംബങ്ങളാണ്. അതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്നത്തെ മറ്റൊരു പ്രശ്നമാണ്, അതുകൂടെ പറയാതെ പോയാൽ അത് ഇൻകംപ്ലീറ്റ് ആയി പോകും. ഇന്നത്തെ മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ തലമുറകൾ. എനിക്കറിഞ്ഞുകൂടാ യൗവനക്കാരെങ്കിലും ഇന്ന് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ കേൾക്കുന്ന നിങ്ങളുടെ മക്കൾ അല്ലെ, മക്കളുടെയൊക്കെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താ അറിയോ? സ്കൂള്, കോളേജ്, ജോലി അതൊക്കെ നല്ലതാ. പക്ഷെങ്കിൽ ഈ സ്കൂളിലും ജോലിയിലും കോളേജിലൊക്കെ പഠിപ്പിക്കുന്നത് മറ്റൊരു സിസ്റ്റമാ. വചനം പറയുന്ന ഈ ക്രമമല്ല അവിടെ പറയുന്നത്. അവരോട് പല പേരുകൾ ഉപയോഗിച്ച് എന്തുവാ ജെൻഡർ ഈക്വാലിറ്റി, ഫെമിനിസം, വുമൺ എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞ് ഭർത്താക്കന്മാരുടെ കീഴിലല്ല അവരുടെ മേളിൽ കയറണമെന്ന് പഠിപ്പിക്കുന്ന പലതും പ്രചരിക്കുമ്പോൾ നാം നമ്മുടെ യൗവനക്കാരെ ശരിക്ക് പഠിപ്പിക്കേണ്ടത് ബൈബിൾ കുടുംബജീവിതത്തിന് പറയുന്ന ഒരു ഓർഡർ ഉണ്ട്. അതിനെതിരെ മത്സരിച്ചാൽ ദൈവത്തോടുള്ള മത്സരമാണെന്ന് നമ്മൾ കാണുന്നു. അങ്ങനെയാണെങ്കിൽ കുടുംബത്തിന്റെ ഓർഡർ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ആ ക്രമത്തിൽ, ആ ഓർഡറിൽ നമ്മളുടെ കുടുംബം മുന്നോട്ട് പോകേണ്ടത് അതിപ്രധാനമാണ്. ഗോഡ് ഈസ് ലുക്കിംഗ് അറ്റ് അവർ ഫാമിലീസ് ഈവൻ ടുഡേ. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്ന കാര്യം, ക്രമം തെറ്റിയ, താളം തെറ്റിയ ഇസ്രായേലിലെ കുടുംബങ്ങൾ, ബോസായിരിക്കുന്ന സ്ത്രീകൾ. വളരെ കർശനമായി, വളരെ ശക്തമായ ഭാഷയിൽ പ്രവാചകൻ അവർക്ക് ന്യായവിധി വിളിച്ചു വരുത്തുക. ആ വാക്യം ഒന്നുകൂടെ നോക്കണം. രണ്ടാമത്തെ കാര്യം ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാം. ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്, അതിന്റെ ആരംഭത്തെ ഭാഗം ഇങ്ങനെയാണ്: എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും ചെയ്യുന്നു. ഈ ഇസ്രായേലിലെ സ്ത്രീകളെ പറ്റി പ്രവാചകൻ പറയാം. ഒന്ന്, അവരെ കുടുംബത്തിന്റെ ഓർഡർ നശിപ്പിച്ചു. രണ്ടാമതായിട്ട് അവിടെ അവർ തകർത്ത മറ്റേ ഒരു ക്രമം എന്തുവാണെന്നറിയാമോ? കമ്മ്യൂണിറ്റിയുടെ ഓർഡർ. കമ്മ്യൂണിറ്റിയുടെ ഓർഡർ എന്ന് പറയുമ്പോൾ അവർ പാർക്കുന്ന സമൂഹത്തിന്റെ ഓർഡർ നശിപ്പിച്ചു കളഞ്ഞ ഒരു കൂട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്തുവാ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ന്യായപ്രമാണം മോശ നൽകിയപ്പോൾ യഹൂദന്റെ സൊസൈറ്റി, സമൂഹം എങ്ങനെയാണ് പാർക്കേണ്ടത്, അവരെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഇതിന്റെ വ്യക്തമായ നിയമങ്ങളുണ്ട്. നീതി, ന്യായമൊക്കെ കൃത്യമായി എല്ലാവർക്കും ലഭിക്കത്തക്കവണ്ണമുള്ള വ്യവസ്ഥകൾ മോശയിൽ കൂടെ ഈ ജനത്തിന് ലഭിച്ചിരുന്നു. പക്ഷെ പ്രവാചകൻ ഇപ്പോൾ ഈ ജനത്തെ നോക്കുമ്പോൾ ആ ന്യായപ്രമാണത്തെ എല്ലാം കാറ്റിപ്പറത്തി ഇവർക്ക് തോന്നിയതുപോലെയാണ് ജീവിതം. ഇവർക്ക് തോന്നിയതുപോലെ എന്ന് പറയുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഇപ്പൊ രണ്ട് തട്ടായിട്ട് തിരിഞ്ഞു. ഒന്ന്, ധനവാന്മാർ, പൈസ കൂടിയ കുറച്ചു പേർ ഒരു ടീമായി, പൈസ ഇല്ലാത്ത ദരിദ്രർ, എളിയവരെല്ലാം വേറൊരു കൂട്ടമായി. ഈ പൈസയുള്ളവർ എന്തോ ചെയ്യുന്ന അറിയാമോ? ഈ എളിയവരെ ഇനിയും ചൂഷണം ചെയ്ത് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു അനുഭവം. There is no order in the community. ഉദാഹരണത്തിന് ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഒരു കേസായി എന്ന് ചിന്തിക്കുക. ഒരു കോടതിയിൽ കേസായാൽ ഇവരെന്തോ ചെയ്യുന്നറിയാം? ന്യായാധിപന്റെ അടുത്ത് ചെല്ലും. ന്യായാധിപന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇവർക്ക് ന്യായം കിട്ടത്തില്ല. കാരണം എന്താണെന്നറിയാം? പൈസയുള്ളയാള് ഈ ന്യായ പാലനം ചെയ്യാനിരിക്കുന്ന ആളെ കൂടെ വിലയ്ക്ക് വാങ്ങുന്ന അനുഭവം. ന്യായമായിട്ട് ഈ പാവപ്പെട്ടവന് നീതി ലഭിക്കേണ്ടതാ, പക്ഷെ ലഭിക്കത്തില്ല. കാരണം പൈസ കൊടുത്ത് നീതിയെ വാങ്ങിച്ച് ഈ എളിയവരെ
തകർക്കുന്ന, അവരെ വേലയ്ക്ക് വേണ്ടി അവരെ അടിമകളാക്കി നശിപ്പിച്ച് കളയുന്ന ഒരനുഭവം അവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ കാണേണ്ട രണ്ടാമത്തെ ഡിസോർഡർ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ഡിസോർഡറാ. അവര് പാർക്കുന്ന അവരുടെ സമൂഹത്തിലെ ഡിസോർഡർ നമുക്ക് അവിടെ കാണാം. ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? രണ്ടാമത്തെ അതിപ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മൾ കാണേണ്ടത്, ഈ സഹോദരിമാർ, ഈ സ്ത്രീകൾ, ഇസ്രായേലിലെ ഭാര്യമാർ കുടുംബത്തിന്റെ ഓർഡർ തെറ്റിച്ചിട്ട് രണ്ടാമതായിട്ട് ഇവര് വരുത്തിയ അടുത്ത പ്രശ്നം എന്താ പറയാമോ? സമൂഹത്തിന്റെ ഓർഡറും കൂടെ തെറ്റിച്ച് കളയുന്ന അനുഭവം. അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുടുംബത്തിന്റെ ഓർഡർ തെറ്റിയാൽ ആ കുടുംബം പാർക്കുന്ന, അവരിടപെടുന്ന സമൂഹത്തിന്റെയും ഓർഡർ തെറ്റും. നമുക്കൊരു ആപ്ലിക്കേഷൻ പറഞ്ഞാൽ കുടുംബം ക്രമീകരിക്കാത്ത തകർന്ന കുടുംബങ്ങൾ ഒരു സഭയിൽ കൂടിയാൽ ആ കുടുംബത്തിന്റെ ആത്മീയതയെ കൂടെ ബാധിക്കും. സഭ പിന്നെ അവരെ ചുമക്കേണ്ടി വരും, സഭ പിന്നെ അവരെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും, അവർക്ക് അനുകൂലമായി ചെയ്യേണ്ടി വരും. If the family is not in order, it will affect the order in the community as well. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യത്തിന് ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ആപ്ലിക്കേഷൻ വരുത്തട്ടെ. പ്രധാനപ്പെട്ട ഒറ്റ വായനയിൽ തന്നെ നമുക്ക് അതിനൊരു ആപ്ലിക്കേഷൻ വരുന്നത് ഇതാണ്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എളിയവരെ, ദരിദ്രരെ ടേക്ക് കെയർ ചെയ്യണം. നമുക്ക് പറ്റുന്ന പോലെ അവരെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് പറ്റുന്ന സഹായങ്ങൾ ചർച്ചായിട്ടോ വ്യക്തികളായിട്ടോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഒരാൾക്കൊരു സഹായം വേണം, അത് സമൂഹത്തിലെ ഒരു ആവശ്യക്കാരായിരിക്കുന്ന ആരുമാവട്ടെ, we should be willing to help people. സഹായിക്കാൻ നമുക്ക് കഴിയണം. അതൊരു നല്ല കാര്യമാണ്. അതാണ് അതിന്റെ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം. പക്ഷെങ്കിൽ ഇന്ന് ഞാൻ ഈ പറയുന്നതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടെ പുതിയ നിയമത്തിലേക്ക് കടന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പഠിച്ചത് കമ്മ്യൂണിറ്റിയുടെ ഓർഡർ തെറ്റുക. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, വാക്യങ്ങൾ എടുക്കേണ്ട 2-ാം അധ്യായത്തിൽ പറയുന്നത്, രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനം തോറും സഭയുടെ ഭാഗമാക്കി. സഭ എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം, കമ്മ്യൂണിറ്റി ഓഫ് സേവ്ഡ് പീപ്പിൾ. ഇപ്പൊ എന്നെ കേൾക്കുന്നവർ പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നവരൊക്കെ, എനിക്ക് തോന്നുന്നു ഗൾഫിൽ ഇരുന്നു കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ദുബായിൽ അല്ലെങ്കിൽ ഷാർജയിൽ, ഞാൻ ഇത് കുമ്പനാട് എന്നാ ചെയ്യുന്നത്, ഷാർജയിലുള്ള അല്ലെങ്കിൽ കുമ്പനാടുള്ള രക്ഷിക്കപ്പെട്ടവരെല്ലാരും കൂടെ ഒന്നിച്ച് ഒരു കമ്മ്യൂണിറ്റി ആക്കാനാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഒരു സമൂഹം, അതിനെയാണ് നമ്മൾ സഭ എന്ന് വിളിക്കുന്നത്. പക്ഷെങ്കിൽ ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഇന്ന് പലർക്കും താല്പര്യം ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി, ഐസൊലേറ്റഡ് ക്രിസ്ത്യൻസ്. മറ്റാരുമായിട്ടും ബന്ധപ്പെടാൻ താല്പര്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കാര്യം നോക്കിക്കോളാം എന്നുള്ള ചിന്ത. സുവിശേഷത്താൽ കർത്താവ് നമ്മളെ രക്ഷിച്ചത് ഒറ്റയ്ക്ക് ഓരോരുത്തരായിട്ട് തീരാനല്ല, ഒരു കുടുംബമായിട്ട് തീരാൻ വേണ്ടി അന്യോന്യം കരുതുന്ന, അന്യോന്യം ഷെയർ ചെയ്യുന്ന, അന്യോന്യം പ്രാർത്ഥിക്കുന്ന, അന്യോന്യം എൻകറേജ് ചെയ്യുന്ന ഒരു കുടുംബമായിട്ട് തീരാനാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്. ഇത് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കട്ടെ, ഇതൊരു പ്രാർത്ഥനാ സംഗമമായിട്ട് പല സഭകളിൽ നിന്നുള്ളവർ, ദേവദാസന്മാർ, വിശ്വാസികൾ എല്ലാം കൂടി ചേർന്നാണ് ഈ യോഗം നടത്തുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് പറയുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്നവർക്കെല്ലാം ഓരോ പ്രാദേശിക സഭകളുണ്ട്, ഒരു ലോക്കൽ ചർച്ച് ഉണ്ട്, എന്നെ കർത്താവ് ആക്കിയിരിക്കുന്ന ഒരു സഭയുണ്ട്. ആ സഭയോടുള്ള എൻ്റെ മനോഭാവം എങ്ങനെയുണ്ട്? How am I in the community that God has placed me? കർത്താവ് എന്നെ ആക്കിയിരിക്കുന്ന ആ ചർച്ചിനോട് ഞാൻ എത്രത്തോളം അക്കൗണ്ടബിൾ ആണ്? പലരും പറയുന്നത് എൻ്റെ കാര്യമൊന്നും ആരും നോക്കേണ്ട കാര്യമില്ല, എൻ്റെ കാര്യത്തിൽ പാസ്റ്റർ ഇടപെടേണ്ട കാര്യമില്ല, എൻ്റെ കാര്യത്തിൽ ആരും സംസാരിക്കേണ്ട, എനിക്കും ദൈവമായിട്ടും എന്നുള്ള ഒരു ധ്വനി അറിഞ്ഞോ അറിയാതെയോ പലരുടെയും ഉള്ളിൽ കടന്നു വരുന്നുണ്ട്. ഈ കോവിഡൊക്കെ വന്ന് പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കോവിഡിന് ശേഷം നടക്കുന്ന ഈ യോഗങ്ങളിൽ പലർക്കും ഇപ്പോൾ മടങ്ങി സഭയിൽ ഒന്നിച്ച് കടന്നു വരാൻ താല്പര്യമില്ലാതെ വണ്ണം ഈ 2 വർഷം ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് ഒറ്റയ്ക്കല്ലേ ആരാധിച്ചെന്നുള്ളൊരു ചിന്ത.
ബിക്കോസ് യു ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. ദൈവം ഒറ്റയ്ക്ക് ഓരോരുത്തരെ അല്ല ആക്കിയത്. ദൈവം ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കി. അത് സഭയാണ്. ഓരോ ദേശത്തും ഒരു പ്രാദേശിക സഭയുണ്ട്. ഞാൻ അതിന്റെ ഭാഗമായി അവരോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആത്മീയതയുടെ ലക്ഷണമെന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മളുടെ ചർച്ചിൽ ഓരോരുത്തരും അവരവർ കൂടുന്ന ചർച്ചിനെ പറ്റി ചിന്തിക്കുക. വാട്ട് ഇഫ് എ ന്യൂ പേഴ്സൺ കംസ് ടു അവർ ചർച്ച്? നമ്മുടെ ചർച്ചിൽ ഈ സൺഡേ അല്ലെങ്കിൽ അവിടെ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഒരു പുതിയ വിശ്വാസി സഭയിൽ വന്നാൽ എങ്ങനെ ഇരിക്കും? ഐ ഡോണ്ട് കെയർ അവരാരും ആവട്ടെ. നമ്മുടെ അടുത്തിരിക്കുന്ന ആരാ? ഇപ്പോഴത്തെ ഇവിടെ വലിയ വലിയ ചർച്ചുകൾ, മെഗാ ചർച്ചുകൾ ഉണ്ടാകുമ്പോൾ ആരാ അടുത്തിരിക്കുന്നവരാരാ? ഏതാ? ഒന്നും അറിയാത്ത പോലെ ആള് കൂടി പോകുന്ന ഒരനുഭവം. ഒരാൾ വന്നാൽ അവർക്ക് ദേ ഫീൽ മിസ്ഫിറ്റ്. ഇവിടെ കൊള്ളത്തില്ല, ഇവിടെ എന്താ വെച്ചാൽ നമ്മളെ ആരും ഒന്ന് ഗ്രീറ്റ് ചെയ്യാൻ പോലും ആളില്ലാതെ പോകുന്ന പോലത്തെ അനുഭവങ്ങളാണോ നമ്മുടെ കൂട്ടായ്മകളിൽ സംഭവിക്കുന്നത്? കൊരിന്ത്യർ ലേഖനം ബാക്കിയെടുക്കേണ്ട 12-ാം അധ്യായത്തിൽ പൗലോസ് സഭയ്ക്ക് കൊടുക്കുന്ന ഒരു മെറ്റഫറായിട്ട് പറയുന്നത് ഒരു ശരീരമാണ്. ശരീരത്തിന് വിവിധ അവയവങ്ങൾ ഉള്ളതുപോലെ ഒരൊറ്റ ശരീരമായിട്ട് വിവിധ അവയവങ്ങളായിട്ടാണ് സഭയിലെ അംഗങ്ങളാകേണ്ടത്. അതേപോലത്തെ ബന്ധമാണ് അന്യോന്യം ഉണ്ടാകേണ്ടതെന്ന് നമ്മളോട് ആ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നില്ലേ? നമ്മൾ ചർച്ചിൽ പോകുമ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയിരിക്കുന്ന കുറച്ച് പേര്, ഞാൻ കംഫർട്ടബിൾ ആകുന്ന പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്ന കുറച്ച് പേരുണ്ട്. എല്ലാവരും അല്ല കുറച്ച് പേര്. അത് ചിലപ്പോൾ ഒരു കാലയളവിൽ വന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് വരുന്നവരായിരിക്കാം. സ്പെഷ്യലായിട്ട് ചിലരോട് മാത്രം പരിഗണന. ഡിവിഷനുകൾ സമൂഹത്തിൽ, ചർച്ചിൽ വരുന്ന അനുഭവങ്ങൾ. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഇതാണ്: കർത്താവേ, എന്നെ അങ്ങ് ആക്കിയിരിക്കുന്ന സഭയിൽ, സമൂഹത്തിൽ എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഒരു ഇടർച്ച, ഒരു ഭിന്നത വരാതെ വണ്ണം എന്നെ ജീവിക്കാൻ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥന. എൻ്റെ നോട്ടമാകാം, എൻ്റെ പ്രവൃത്തിയാകാം, ചിലരെ ഞാൻ അവഗണിച്ചതാകാം, ചിലരെ മൈൻഡ് ചെയ്യാതിരുന്നതാകാം. അതൊക്കെ സഭയിൽ ഭിന്നതകൾ ഉളവാക്കാൻ സാധ്യതയുണ്ട്. തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ പറയണം, കർത്താവേ, അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വരാതിരിക്കണം. നിങ്ങൾ എന്നെ അനുവദിച്ചാൽ ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. എന്തുവാണെന്നറിയാമോ? 13-ാം വാക്യത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സഭയോട്, കമ്മ്യൂണിറ്റിയെ പറ്റി പറയുമ്പോൾ കൂടെ ഞാനിത് പറയട്ടെ. നമ്മളുടെ പ്രൈവറ്റ് കോൺവെർസേഷൻസ്, പേഴ്സണലായിട്ട് നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ മക്കളൊക്കെ ചേർന്ന് ഇരിക്കുന്ന നമ്മളുടെ പ്രൈവറ്റ് സ്പേസിൽ നമ്മളുടെ ചർച്ചിനെ പറ്റി നമ്മൾ എന്തോ പറയുന്നത്? എന്തുവാ അവിടെ നടക്കുന്നത്? അതാണോ? വാട്ട് വിൽ യു സേ അബൌട്ട് യുവർ പാസ്റ്റർ? നിങ്ങളുടെ ചർച്ചിൽ ദൈവം ആക്കിയിരിക്കുന്ന പാസ്റ്ററെ പറ്റി നിങ്ങൾ എന്തുവാ പറയുന്നത്? പാസ്റ്റർ അങ്ങനല്ലേ, പാസ്റ്റർ അതാണോ? ഗോഡ് നോസ് ദാറ്റ്. ദൈവത്തിന് അതറിയാം. അത് മാത്രമല്ല, നമ്മൾ മുമ്പേ ചിന്തിച്ചതാണ്, ഞാൻ പറഞ്ഞില്ല, പക്ഷെ മനസ്സിലിരിക്കുക, ആ പുള്ളിയുടെ പ്രസംഗം കണ്ടില്ല, ഇങ്ങനാണോ പാസ്റ്റർ? ചിന്തിച്ചതേ ഉള്ളൂ. ബട്ട് ഗോഡ് നോസ് ഇറ്റ്. എന്നെ കർത്താവാണ് ഇതിന്റെ ഭാഗമാക്കിയത്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഓരോ അവയവങ്ങളെ ദൈവമാണ് സൃഷ്ടിച്ചത്, ദൈവമാണ് ശരീരത്തോട് ചേർത്തതെന്ന് മനസ്സിലാക്കി. ഒറ്റക്കെട്ടായി നിൽക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. വിവിധ പ്രാദേശിക സഭകളിൽ കൂടുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയണം, എന്നെ കർത്താവാക്കിയിരിക്കുന്ന സഭയിൽ ദൈവമാക്കിയിരിക്കുന്ന ദൈവദാസനോട് കീഴ്പ്പെട്ട് തന്നെ ബഹുമാനിച്ച് ദൈവത്തിന്റെ വേലയിൽ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ വർദ്ധിച്ചു വരാനാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിനെതിരെയുള്ളതെല്ലാം ദൈവം ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ തിരിച്ചറിയുക. എൻ്റെ സമയം മുന്നോട്ട് പോകുന്നു. ഞാൻ അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നോക്കണമേ, നമ്മൾ 1-ാം വാക്യമാണ് നോക്കിയത്. 2 കാര്യങ്ങളാണ് ചിന്തിച്ചത്. 1, കുടുംബത്തിന്റെ ഓർഡർ തെറ്റിയത്. 2, കമ്മ്യൂണിറ്റിയുടെ ഓർഡർ തെറ്റിയത്.
അടുത്ത കാര്യം 4-ാം വാക്യത്തിലാണ്. 4-ാം വാക്യത്തിലേക്ക് വരുന്നതിന് മുന്നമേ നിങ്ങൾ 2-ാം വാക്യം ഒന്ന് നോക്കണമേ. 2-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ചു കൊണ്ടുപോകുന്ന കാലം നിങ്ങൾക്ക് വരുമെന്ന് യഹോവയായ കർത്താവ് തന്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ 1-ാം വാക്യത്തിൽ കുടുംബത്തിന്റെ ഓർഡർ തെറ്റിയ, കമ്മ്യൂണിറ്റിയുടെ ഓർഡർ തെറ്റിക്കിടക്കുന്ന ഈ ജനത്തോട് പ്രവാചകൻ യഹോവയുടെ ആലോചന പറയാ, നിങ്ങൾക്ക് ന്യായവിധിയാ വരുന്നേ. എന്തുവാ ന്യായവിധി എന്നറിയാമോ? നാച്ചുറൽ ഡെത്ത് അല്ല, സ്വാഭാവിക മരണമല്ല. ശത്രുക്കൾ വന്ന് നിങ്ങളെ നശിപ്പിക്കും. നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ കണ്ടോ? മൃഗങ്ങളെയൊക്കെ വലിച്ചോണ്ടു പോകുന്നത് പോലെ ഈ ജനത്തെ നശിപ്പിച്ചു കളയുമെന്നുള്ള ഒരാലോചനയാണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ നിവർത്തി, പൂർത്തീകരണം, ഫുൾഫിൽമെന്റ് നടന്നു. ഞാനത് പ്രാരംഭത്തിൽ പറഞ്ഞാണ്. അസീരിയൻസ് എന്ന് പറയുന്ന ആ എംപയർ വന്ന് ഈ ജനത്തെ ഈ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിന്റെ നിവർത്തി പോലെ തന്നെ അവർക്ക് സംഭവിച്ചു. എന്താ ഇത്രയും കഠിനമായ അല്ലെങ്കിൽ ഇത്രയും ശക്തമായ ന്യായവിധി ആ ജനത്തിന് ദൈവം ചെയ്ത്? ആ വാക്യത്തിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. 2-ാം വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്: യഹോവയായ കർത്താവ് തന്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. നമ്മൾ വായിക്കുന്ന 1-2 വാക്യം കൂടെ ചേർത്ത് അതിന്റെ ഒരു സന്ദേശം നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേലിലെ സ്ത്രീകൾ മടി പിടിച്ച് അഹങ്കാരത്തോടെ, ധിക്കാരത്തോടെ, കുടുംബത്തിന്റെ ഓർഡർ തെറ്റിച്ച്, സമൂഹത്തിന്റെ ഓർഡർ തെറ്റിച്ച് അവിടെ പെരുമാറിയത് കൊണ്ട് ഇവരെ ദുഷിച്ച, ഇവരെ കളങ്കപ്പെടുത്തിയത് അവർ സേവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ നാമമാണ്. ദൈവനാമത്തിന് അപമാനമുള്ളത്, ദൈവനാമത്തെ കളങ്കപ്പെടുത്തുന്നത് ആ ജനം അവിടെ ചെയ്യുവാനിടയായി. അത് നമുക്കൊരു വാർണിംഗ്. എന്താ കാരണം എന്നറിയാമോ? അവരെക്കാളും ശ്രേഷ്ഠമേറിയ ഒരു ഉടമ്പടിയുടെ ഭാഗമാണ് നമ്മൾ. സ്വന്തം പുത്രന്റെ രക്തത്താൽ ദൈവം ചെയ്ത പുതിയ ഉടമ്പടിയുടെ ഭാഗമായിരിക്കുന്ന നമ്മൾ ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കൊത്തവണ്ണം, ദൈവത്തിന്റെ ഓർഡറിനൊത്തവണ്ണം ജീവിക്കാതിരുന്നാൽ അത് ദൈവത്തിന്റെ നാമത്തെ അപമാനിക്കുകയാണ്. ആയതുകൊണ്ട് ദൈവത്തിന്റെ ശിക്ഷ നമുക്ക് കടന്നു വരും. ഇവിടെ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് ചേർത്ത് വെച്ച് പഠിക്കണം. എന്തുവാണെന്നറിയാമോ? കുടുംബത്തിന്റെ ഓർഡറും സമൂഹത്തിന്റെ ഓർഡറും അത് രണ്ടും തെറ്റിച്ചിട്ട് ആരാധിച്ചിട്ട് കാര്യമില്ല. പെന്തക്കോസ്തുകാരാ പക്ഷെങ്കിൽ ഡിവോഴ്സുകൾ വർദ്ധിക്കുക. പെന്തക്കോസ്തുകാരാ പക്ഷെങ്കിൽ കുടുംബ പ്രശ്നമാ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ചേർച്ചയില്ലാതെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുകയാ. God is asking, ദൈവത്തിന്റെ നാമത്തിന് അപമാനമുണ്ടാക്കുന്ന അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കട്ടെ, നമ്മളുടെ കൂട്ടായ്മയിൽ കൂടെ കടന്നു വരാതിരിക്കട്ടെ, നമ്മളുടെ സഭയിൽ കൂടെ കടന്നു വരാതിരിക്കട്ടെ, വ്യക്തിപരമായ നമ്മളുടെ ജീവിതത്തിൽ കൂടെ കടന്നു വരാതിരിക്കട്ടെ. ശരിയാ, നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാ. പക്ഷെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും വന്ന് ആരാധിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനമായിട്ട് പോയ ഒരു സംഭവം ഞാനിങ്ങനെ ഓർക്കുക. കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ ദൈവവചനം പ്രസംഗിച്ചു. അവിടെയൊക്കെ ട്രാക്റ്റ് കൊടുത്ത് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. യോഗത്തിന് വരണം, കൺവെൻഷനുണ്ട്, യോഗങ്ങളുണ്ട്, സുവിശേഷത്തിന് വേണ്ടി അവരെ ആഹ്വാനം ചെയ്യുകയാണ്. അവിടെ നിന്ന് ഒരു സഹോദരൻ വന്ന് ഞങ്ങളോട് പറഞ്ഞത് ഇതാണ്: ഞാൻ ആക്രി പറക്കുന്ന ഒരാളാ, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ എന്നെ സ്വീകരിക്കത്തില്ല. അതെന്താ? പുള്ളിക്കാരന് അനുഭവമുണ്ട്. പുള്ളി പോയി കാണും പലയിടത്തും, ആൾക്കാരെ ഗവനിക്കാറില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? സഭയിൽ എൻ്റെ സ്റ്റാറ്റസ് ഉള്ള, എൻ്റെ സാമ്പത്തികമുള്ള, എൻ്റെ അത്രയും നല്ലവണ്ണം നല്ല പശ്ചാത്തലമുള്ളവർ കൂടിയെങ്കിൽ മാത്രമേ എനിക്കൊരു സന്തോഷം ഉണ്ടാവത്തുള്ളൂ. പലരെയും അവഗണിച്ച്, സാമ്പത്തികം കുറഞ്ഞത് കൊണ്ട്, അവരുടെ പശ്ചാത്തലം മോശമായത് കൊണ്ട് പലരെയും മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായാൽ അത് ക്രിസ്തുവിന്റെ ശരീരത്തെ, സഭയെ വിഭജിക്കുന്ന അനുഭവങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ നമ്മൾ തയ്യാറാവണം. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, കുടുംബത്തിന്റെ
ഓർഡറുകൾ തെറ്റിക്കിടക്കുന്ന അനുഭവങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. 2, അവരായിരിക്കുന്ന സമൂഹത്തിന്റെ ഓർഡർ തെറ്റിയിരിക്കുന്ന അനുഭവങ്ങൾ. 3-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ വളരെ പെട്ടെന്ന് നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. നോക്കണമേ, 3-ാമത്തെ കാര്യം ഇതേ അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിക്കാം. 4-5 വാക്യങ്ങൾ, ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം. ബേഥേലിൽ ചെന്ന് അതിക്രമം ചെയ്യുവീൻ, ഗിൽഗാലിൽ ചെന്ന് അതിക്രമം വർദ്ധിപ്പിപ്പീൻ. രാവിലെ തോറും നിങ്ങളുടെ ഹനനയാഗങ്ങളും 3-ാം നാൾ തോറും നിങ്ങളുടെ ദശാംശങ്ങളും കൊണ്ടു ചെൽവീൻ. പുളിച്ച മാവ് കൊണ്ടുള്ള സ്തോത്രയാഗം അർപ്പിപ്പീൻ. സ്വമേധാർപ്പിതങ്ങളെ ഘോഷിച്ച് പ്രസിദ്ധമാക്കുവീൻ. അങ്ങനെയല്ലയോ ഇസ്രായേൽ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഈ ഭാഗം മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ചരിത്രം ഒന്ന് നിങ്ങൾ കേൾക്കണം, എന്നെങ്കിൽ നമുക്ക് ഈ വാക്യം വ്യക്തമാക്കുകയുള്ളൂ. ഈ വാക്യത്തിൽ 2 സ്ഥലങ്ങളുടെ പേരുണ്ട്, ബേഥേൽ, ഗിൽഗാൽ. എന്തുവാണെന്ന് ശ്രദ്ധിക്കണം. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ അവരുടെ ആരാധനയ്ക്ക് വേണ്ടി ഒരു ആലയം അവർക്കുണ്ടായിരുന്നു. നമുക്കറിയാം, അത് യെരുശലേമിലാണ്. യെരുശലേമിൽ അവർക്ക് ആരാധന സ്ഥലമുണ്ട്, ദേവാലയമുണ്ട്. എല്ലാ യഹൂദനും ഉത്സവമാകുമ്പോൾ അവിടെ ചെല്ലും. യാഗങ്ങളും വഴിപാടെല്ലാം അവിടെയാണ് അർപ്പിക്കുന്നത്. പക്ഷെങ്കിൽ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടപ്പോൾ യെരുശലേം യഹൂദയുടെ ഭാഗമായി, യഹൂദ എന്ന് പറയുമ്പോൾ 2 ഗോത്രങ്ങൾ അടങ്ങുന്ന ആ രാജ്യത്തിന്റെ ഭാഗമായി യെരുശലേം തീർന്നു. 10 ഗോത്രങ്ങളുള്ള ഇസ്രായേൽ, അതായത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ആമോസ് പ്രവചിച്ച ഇസ്രായേലിൽ പിന്നെ ആരാധന സ്ഥലം ഇല്ലാതെ പോയി. അപ്പോൾ ഇസ്രായേലിലുള്ള ജനമെല്ലാം യഹൂദയിൽ യെരുശലേമിൽ ചെന്ന് ആരാധനയ്ക്ക് വേണ്ടി പോകുന്ന ആദ്യ കാലങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ അന്നത്തെ രാജാവിനൊരു ഭയം, ഇങ്ങനെ ജനമെല്ലാം യഹൂദയിൽ പോയാൽ പെട്ടെന്ന് അവരുടെ മനസ്സ് മാറി, അവർ യഹൂദ രാജ്യത്തോട് ചേർന്നാലോ എന്റെ രാജ്യം ചിലപ്പം നഷ്ടപ്പെട്ടു പോകുമെന്നൊക്കെ ഭയന്ന് താൻ വേറൊരു സെറ്റപ്പ് ഒരുക്കി. എന്തുവാണെന്നറിയാമോ? തന്റെ രാജ്യത്തിൽ ഈ 10 ഗോത്രമുള്ള ഇസ്രായേലിൽ തന്നെ ആരാധനയ്ക്ക് വേണ്ടി ഒരു ക്രമീകരണം ചെയ്തു. ദാനും ബേഥേലും എന്ന് പറയുന്ന 2 സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തിട്ട് അവിടെ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തു. അവിടെ ബിംബങ്ങളെ നാട്ടി, ബിംബങ്ങൾ മാത്രമല്ല അവിടെ പുരോഹിതന്മാരെ വെച്ചു. പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ ലേവ്യരാണ് സാധാരണ പുരോഹിതന്മാരാകേണ്ടത്. പക്ഷെങ്കിൽ ഇവിടെ രാജാവിന് ബോധിച്ചവരെ പൗരോഹിത്യ ശുശ്രൂഷ ഏൽപ്പിച്ചു. ഉത്സവങ്ങൾ വേറെ ഉണ്ട് യഹൂദിന് ദൈവം നൽകിയിരിക്കുന്നത്. പക്ഷെ അതിനു പകരം രാജാവ് പുതിയ ഉത്സവങ്ങൾ വെച്ച് രാജാവിന് ബോധിച്ചവണ്ണമുള്ള ആരാധന ഈ പറയുന്ന ദാൻ, ബേഥേൽ എന്നുള്ള 2 സ്ഥലങ്ങളിൽ തുടങ്ങി. കാലങ്ങൾ മുന്നോട്ട് ചെന്ന് ആമോസ് പ്രവചിക്കുന്ന കാലമായപ്പോൾ ദാന് പകരം ഗിൽഗാലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്ന് പറയുമ്പോൾ ആമോസ് പ്രവചിക്കുന്ന സമയത്തെ ആരാധനാ സ്ഥലങ്ങൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ബേഥേലും ഗിൽഗാലും. ഈ സ്ഥലങ്ങളിലെല്ലാം ജനം ആരാധനയ്ക്ക് വേണ്ടി പോകുന്ന സ്ഥലങ്ങളാ. അതിനെപ്പറ്റിയാണ് ഈ 4-5 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഈ 4-5 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇത് ആരാധിക്കാൻ വേണ്ടി ജനത്തെ ക്ഷണിക്കുന്ന ഒരു പാറ്റേണിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള സഹോദരന്മാർ എന്നെ കേൾക്കുന്നുണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ ഈ സലയുടെ ടൈം ആകുമ്പോൾ, മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ ഉച്ചത്തിൽ വിളിക്കും. അവരെ ആരാധനയ്ക്ക് വേണ്ടി വിളിക്കാനുള്ള ബാങ്ക് വിളി നമുക്ക് കേൾക്കാം. ഈ മുസ്ലിം പള്ളികളോടൊക്കെ ചേർന്ന് പാർക്കുന്നവർക്ക് ഈ കാര്യം വ്യക്തമാകും. അപ്പൊ ആ വിളി കേട്ടിട്ട് ജനമെല്ലാം പ്രാർത്ഥനയ്ക്ക് ഒന്നിച്ചു കൂടും. അതേപോലെ വേണം ഇതിനെ കാണാൻ. ഇസ്രായേൽ ആരാധിക്കുന്ന ബേഥേൽ ഗിൽഗാലിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രവാചകൻ വിളിക്കുക ആരാധനയ്ക്ക് വേണ്ടിയുള്ള വിളിയാണെന്നാണ് ജനം ഓർത്തെ. നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കിക്കേ. സഭായോഗത്തിന് വേണ്ടി ഞായറാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആരാധനയ്ക്ക് വേണ്ടി നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്തിന്റെ പുറത്ത്, ആരാധനാലയത്തിന്റെ തൊട്ട് മുമ്പിൽ നിന്ന് ഒരാൾ വിളിക്കുക ഒച്ചത്തിൽ, എല്ലാവരും വരുവീൻ, എല്ലാവരും വരുവീൻ. കേട്ടപ്പോ നമ്മൾ ഓർത്ത് ആരാധിക്കാൻ വേണ്ടി ആരോ വിളിക്കുക, പാസ്റ്റർ പുറത്ത് നിന്ന് ആരാധിക്കാൻ വേണ്ടി ജനത്തെ വിളിക്കുക. അടുത്ത് ചെന്നപ്പോഴാ കേട്ടെ, ഇവിടെ ഉണ്ടല്ലോ
ജനം വിചാരിച്ചത് ആരാധിക്കാനാണെന്ന, പക്ഷെ പ്രവാചകൻ ആരാധിക്കാനല്ല, പാപം ചെയ്യുവീന്നാ പറയുന്നത്. ഇത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പീന്ന, പ്രവാചകൻ പറയാ ആലയത്തിൽ കടന്നു വന്ന് അതിക്രമം ചെയ്യുവീൻ. മറ്റേ സ്ഥലം, 2 സ്ഥലങ്ങൾ പറഞ്ഞിട്ട് വരാം, അവിടെ ചെന്ന് അതിക്രമം വർദ്ധിപ്പിക്കുവീൻ. ഇത് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജനം ആരാധന എന്ന് കണ്ടതിനെ പ്രവാചകൻ അതിക്രമം എന്നാ വിളിക്കുന്നത്. അയ്യോ, നമ്മൾ ആ ഒരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ എന്തുമായിരുന്നെങ്കിൽ അവസ്ഥ? നമ്മുടെ സഭായോഗത്തെ, നമ്മുടെ കൂട്ടായ്മയെ നോക്കിയിട്ട് ആമോസിനെ പോലൊരു പ്രവാചകൻ പറയാതെ അതിക്രമം എന്ന് പറഞ്ഞ് എന്തുമായിരിക്കും നമ്മുടെ വികാരം? എന്തുമായിരിക്കും നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ആമോസിനെ ഇനി ഒരൊറ്റ യോഗത്തിന്? അങ്ങനത്തെ സംഭവം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ ഇതേ കാര്യം തന്നെ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സന്ദേശത്തിന്റെ 3-ാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഡിസോർഡർ ഇൻ വർഷിപ്പ്. ആരാധനയിലെ ക്രമക്കേടാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പാപം എന്ന് പ്രവാചകൻ വിളിക്കാനുണ്ടായ കാരണം? പല കാരണങ്ങളുണ്ട്. 2-3 കാര്യം വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് എൻ്റെ ഈ സെഷൻ അവസാനിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്. നോക്കണമേ, ഈ 4-ാം വാക്യത്തിലേക്ക് ഒന്നും കൂടെ കടന്നു വരാം. അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണം. ബഥേലിൽ ചെന്ന് അതിക്രമം ചെയ്യുവീൻ, ഗിൽഗാലിൽ ചെന്ന് അതിക്രമം വർദ്ധിപ്പിക്കുവീൻ. വൈ? എന്തുകൊണ്ടാണ് പാപം അതിക്രമം എന്ന് വിളിക്കാൻ കാരണം നമ്മൾ മുമ്പേ ചിന്തിച്ചതിനോട് ഇതിനെ ചേർത്ത് വെച്ചാൽ മതി. നമ്മൾ സാധാരണ ഇപ്പം സൺഡേയിലത്തെ യോഗത്തെ നമ്മൾ പറഞ്ഞത് വിശുദ്ധ സഭായോഗം എന്ന, ഹോളി സർവീസ്, സൺഡേ ഹോളി സർവീസ് എന്നൊക്കെ പറയും. പക്ഷെ ഇവിടുത്തെ യോഗം ഹോളി അല്ല, അൺഹോളി സർവീസാ, അൺഹോളി വർഷിപ്പാ. അതെന്താണെന്നറിയാമോ? കാരണം ഈ 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, കുടുംബത്തിന്റെ ക്രമം തെറ്റിയിരിക്കുക, പക്ഷെ ആരാധനയ്ക്ക് എന്തോ ഇല്ല, കുറവില്ല. കമ്മ്യൂണിറ്റിയുടെ ഓർഡർ തെറ്റിയിരിക്കുക, പക്ഷെ ആരാധനയ്ക്ക് കുറവില്ല. ആരാധിക്കുന്നുണ്ട്, പക്ഷെ വേണ്ട ഓർഡർ വരുത്തിയിട്ടില്ല. വ്യക്തിപരമായി കുടുംബങ്ങൾ തകർന്നു കിടക്കുമ്പോൾ പൊതുവിൽ ആരാധനയുടെ മറ പിടിച്ച് ജനമെല്ലാം ഒന്നിച്ച് ഒരു പ്രകടനം നടത്തുക. സഭയിൽ പാർക്കുന്നവർ, സഭയിൽ കൂടുന്നവർ അന്യോന്യം സംസാരിക്കാറില്ല, പക്ഷെ ആരാധന നടക്കുന്നുണ്ട്. സഭയിൽ കൂടുന്നവർ അന്യോന്യം കരുതാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയയാണ്, പക്ഷെ ആരാധന നടക്കുന്നുണ്ട്. That is what is happening in Israel. അതാണ് ഇസ്രായേലിൽ നടക്കുന്നത്. അൺഹോളി. 2-മതായിട്ട് എന്തോന്നറിയോ പഠിക്കേണ്ട കാര്യം? 2-മതായിട്ട് അവിടുത്തെ ഓർഡർ തെറ്റിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവരുടെ ചിന്ത ഇതായിരുന്നു, ആരാധന ജീവിതക്രമത്തിന് പകരമാകുമെന്ന്. ആ ജീവിതത്തെ ക്രമീകരിക്കുന്നതിന് പകരം ആരാധിച്ചാ മതി എന്നുള്ള ചിന്ത. എല്ലാ ക്രമവും തെറ്റിക്കിടക്കുമ്പോഴും ആരാധിച്ച് വിടുതലാന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചിന്ത. ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കാതെ ചെയ്യുന്ന, ആരാധനയുടെ പേരിൽ ചെയ്യുന്ന എല്ലാത്തെയും നോക്കി ദൈവം വിളിക്കുന്നത് അതിക്രമമെന്ന്. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ ഇത് തന്നെയല്ലേ കാണുന്നത്? കൊരിന്ത്യ ലേഖനത്തിൽ ഇതേ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ആ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. നാവിനെ, യു ആർ നോട്ട് ഏബിൾ ടു കൺട്രോൾ യുവർ ടങ്. നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പക്ഷെങ്കിൽ നമ്മൾ വിചാരിക്കുക അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആകുമെന്ന്. നോ, അന്യോന്യം സ്നേഹിക്കുന്നില്ല, പക്ഷെ പ്രവചനമുണ്ട്. പൗലോസ് പറഞ്ഞ എന്താ? സ്നേഹമില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വെറുതെയാണ്. സ്പിരിച്വൽ ആക്ടിവിറ്റീസ്, സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആർ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോളി ലിവിംഗ്. വിശുദ്ധ ജീവിതത്തിന് പകരമാണ് ആരാധന എന്ന് ചിന്തിക്കരുത്. ജീവിതം ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ നിന്ന് പുറത്തു വരേണ്ടതാണ് ആരാധന. പാപങ്ങളുടെ പകരം ആരാധിച്ചാ പോരാ. പാപങ്ങൾ യേശു കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ആ അനുഭവം പ്രാപിച്ച നമ്മളാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. അവിടെയും തീർന്നില്ല. നോക്കണം, ഈ 4-5 വാക്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റു പലതുണ്ട്. എന്തുവാന്ന് പറഞ്ഞാല് ദ ക്വാണ്ടിറ്റി ഓഫ് വർഷിപ്പ്. ആ വാക്യം തന്നെ നോക്കണം. രാവിലെ തോറും ഹനനയാഗം, 3-ാം നാൾ തോറും ദശാംശം. പറഞ്ഞ ജീവിതം ക്രമീകരിച്ചിട്ടില്ലെങ്കിലും ആരാധനയിലുണ്ട് എല്ലാ ദിവസവും.
മുടങ്ങാതെ ആരാധനയിലുണ്ട്. ദശാംശം കൃത്യം എന്ന് പറഞ്ഞാൽ എക്സാക്ട് ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതെ കൃത്യം നൽകുന്നുണ്ട്. പക്ഷെങ്കിൽ ജീവിതത്തിൽ ക്രമമില്ല. അതിൽ വീഴുന്നവനല്ല ദൈവം. God is not impressed by what we do. More than that, we need to get our lives in order. ആ വാക്യം തന്നെ ഒന്നുകൂടെ നോക്കണമേ. ആ വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, പുളിച്ച മാവു കൊണ്ടുള്ള സ്തോത്രയാഗം അർപ്പിക്കുവീൻ, സ്വമേധാർപ്പിതങ്ങളെ ഘോഷിച്ച് പ്രസിദ്ധമാക്കുവിൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആരാധന എങ്ങനത്തെ ആരാധന എന്നറിയോ? സെൽഫ് പ്രൊമോട്ടിംഗ് വർഷിപ്പാണ്. എന്ന് പറഞ്ഞാൽ ആരാധന ഒരു പ്രമോഷനായിട്ട്, ആരാധന ഒരു പ്രകടനമായിട്ട് മാറുക. ഇന്നത്തെ ഇപ്പൊ ഈ സന്ദേശത്തിൽ ഞാനിത് പറഞ്ഞ ആൾക്കാരെ ഇംപ്രസ് ചെയ്യാനാണ് എന്റെ മനോഭാവം എന്നുണ്ടെങ്കിൽ God is not impressed. ഇന്നത്തെ ഇപ്പൊ ഒരു യോഗത്തിൽ നമ്മൾ ചർച്ചിൽ പോയി, ഞാൻ സഭായോഗത്തിൽ ചെല്ലുന്നതിന്റെ പുറകിൽ എന്റെ ഇന്റൻഷൻ എന്താ? അതറിയുന്നവനാണ് ദൈവം. You cannot impress God by what we do. Worship is not performance. Worship is not for promotion. അവസാനമായിട്ട് നോക്കണമേ, ആ വാക്യത്തിൽ തന്നെ 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്. ആരാധനയെ പറ്റി പറഞ്ഞിട്ട് എന്റെ അവസാനം പറയാ, അങ്ങനെയല്ലോ ഇസ്രായേൽ മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടമായത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആരാധന പറയുമ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആരാധന, അതായത് ക്രമീകരണം വേണ്ട, വിശുദ്ധീകരണം വേണ്ട, പക്ഷെ കൃത്യമായിട്ട് ദശാംശം കൊടുത്ത് സഭായോഗം കൂടി യാഗവും കഴിച്ച് പോകുന്നതാണ് ജനത്തിന് ഇഷ്ടമായത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പീപ്പിൾ ഫ്രണ്ട്ലി വർഷിപ്പ്. ആരാധിക്കുന്ന ആൾക്ക് എന്തോ തോന്നണം, ഇന്നത്തെ ആരാധന എന്തുവായിരുന്നു, നല്ലതായിരുന്നു എന്ന് തോന്നണം. ഇന്നിപ്പോ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്കല്ലേ നമ്മൾ വന്നിരിക്കുന്നേ. സുഖിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത് മാത്രമേ കേൾക്കാൻ നാം തയ്യാറാവത്തുള്ളൂ. വി സ്വിച്ച് ചാനൽസ്. നമുക്കിഷ്ടമുള്ള പ്രസംഗം കേൾക്കാൻ ഇന്ന് സൗകര്യമുണ്ട്. കേട്ടോണ്ടിരിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാൽ അടുത്ത പ്രസംഗം, അടുത്ത ആളുടെ പ്രസംഗം, ഇങ്ങനെ ചാനലുകൾ മാറി, വീഡിയോകൾ മാറി, നമ്മളെ സുഖിപ്പിക്കുന്ന, നമ്മളെ കംഫോർട്ടബിൾ ആക്കുന്ന മാത്രം കേൾക്കാൻ നാം തയ്യാറാകുന്ന ഒരു കാലഘട്ടം. ദൈവം അതിനെ ആരാധന എന്നല്ല വിളിക്കുന്നത്. ആരാധനയിൽ നടക്കേണ്ടത് ശുദ്ധീകരണമാണ്. ആരാധനയിൽ നടക്കേണ്ടത് ക്രമീകരണമാണ്. Things must be put to order. That is what God expects. അവസാനമായിട്ട് ആരാധനയോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ കാണിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നോക്കണമേ, 5 വാക്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പ്രാരംഭത്തിൽ ആ ഭാഗങ്ങൾ പറഞ്ഞതാണ്. ഇവിടെ എന്തുവാ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ദൈവം ഈ ജനത്തിന്റെ ഇടയിൽ പല ശിക്ഷകൾ, ഡിസിപ്ലിനുകൾ വരുത്താൻ നോക്കി. പല വഴികളിൽ കൂടെ ക്ഷാമമുണ്ടായി, മഴയില്ലാത്ത അനുഭവം ഉണ്ടായി, മരണമുണ്ടായി, യുദ്ധത്തിൽ തോൽവി ഉണ്ടായി, മഹാമാരി ഉണ്ടായി. ഇങ്ങനെ പല കാര്യങ്ങൾ അവരുടെ ഇടയിൽ കടന്നു വന്നു. അതിന്റെ എല്ലാം വൺ ലൈൻ ദൈവം തന്നെ പറയാ, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. എന്തുവാ ഞാൻ പറഞ്ഞത് അവസാനത്തെ കാര്യം? ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ടില്ല ജനം, പക്ഷെ ആരാധനയുണ്ട്. ആരാധന ശക്തമായിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ ദൈവത്തിലേക്ക് തിരിയാതെയുള്ള ആരാധനയാണ്. വർഷിപ്പ് വിത്തൗട്ട് റിട്ടേണിംഗ് ടു ഗോഡ്. ആരാധന സത്യത്തിൽ എന്തുവാ? ദൈവത്തിലേക്ക് തിരിയുന്നതാ. യഥാർത്ഥമായി ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയേണ്ടതിന് പകരം ദൈവത്തിൽ നിന്ന് മുഖം തിരിച്ചു നിന്ന് ആരാധനയുടെ പേരിൽ പലതും നാം ചെയ്തു തീർക്കുമ്പോൾ അതിനെ ഒന്നും ദൈവം അംഗീകരിക്കുന്നവനല്ലെന്ന് തിരിച്ചറിയുക. ഒരു വൺ ലൈൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. God calls what we do in the name of worship without putting things in order as sin and not worship.
ആരാധനയുടെ പേരിൽ നാം ജീവിതം ക്രമീകരിക്കാതെ ചെയ്യുന്നതിനെയെല്ലാം ദൈവം ആരാധന എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയല്ല, അതിക്രമം എന്ന് കണ്ട് ന്യായം വിധിക്കും. കാലഘട്ടത്തിൽ ആരാധനയുടെ പേരിൽ വചനമാണെന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ സുഖിപ്പിച്ചുകൊണ്ട് പലരും ചെയ്തു കൂട്ടുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി അവിടെ കടന്നു വരും. ദൈവം ആഗ്രഹിക്കുന്നത് ജനം ദൈവത്തിലേക്ക് മാനസാന്തരപ്പെട്ട് തിരിയുന്നതത്രേ. അതിൽ കുറഞ്ഞതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനത്തിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ ഒരു സമ്മറി പോലെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേൾക്കുന്ന നിങ്ങൾക്കും പ്രസംഗിക്കുന്ന എനിക്കും ജീവിതത്തിൽ ഇനിയും മാറ്റങ്ങൾ ദൈവം കൊണ്ടുവരട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് മനുഷ്യന്റെ പ്രയത്നത്തിനുപരിയായി ദൈവാത്മാവിന്റെ പ്രവർത്തനത്താലാണ് സാധ്യമാകുന്നത്. We need the Holy Spirit to put things in order. നമ്മളുടെ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവാത്മാവിന്റെ സഹായമാണ് നമുക്ക് ആവശ്യം. നമുക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ശുദ്ധീകരണം കൂടാതെ, മനസാന്തരം കൂടാതെ ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധ്യമല്ല. എങ്ങനെയുണ്ട് എൻ്റെ കുടുംബജീവിതം? Does it demonstrate God's love to the people? ക്രിസ്തുവിന്റെ സ്നേഹം എൻ്റെ കുടുംബജീവിതത്തിലൂടെ ലോകം കാണുമോ? How is my attitude to the community that God has placed me in? ദൈവം എന്നെ ആക്കിയ സഭയിൽ സമൂഹത്തോടുള്ള എൻ്റെ മനോഭാവം എന്താ? ദൈവം ഞങ്ങളുടെ ചർച്ചിലാക്കിയിരിക്കുന്ന പാസ്റ്ററോട്, ദൈവം അധ്യക്ഷനാക്കി വെച്ചിരിക്കുന്ന ദൈവദാസനോടുള്ള എൻ്റെ മനോഭാവം, നിങ്ങളുടെ മനോഭാവം എന്താ? സഭയിൽ കൂടി വരുന്ന കൂട്ടു സഹോദരൻ കൂട്ടു സഹോദരിയോടുള്ള നമ്മുടെ മനോഭാവം എന്താ? Am I concerned? ആരാധന എന്ന് പറയുമ്പോൾ നാം ഉള്ളിൽ ചിന്തിക്കുന്നത് എന്താ? Can it cover your sin? ഞാൻ ചെയ്ത പാപങ്ങളെ ഞാൻ രഹസ്യത്തിൽ കൊണ്ട് നടക്കുന്നതിനെ ഒരു മാസ്ക് കൊണ്ട് കവർ ചെയ്ത് ആരാധന എന്ന് പറഞ്ഞ് കവർ ചെയ്യാനുള്ളതല്ല. God sees it. ദൈവം കാണും. പുറമേ ഉള്ള ഒന്നിലും ദൈവം ഇംപ്രസ്ഡ് ആവത്തില്ലെന്ന് നമ്മൾ തിരിച്ചറിയാം. ആ വാക്യം 12-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. If we don't repent and return to our Lord, നമ്മൾ മാനസാന്തരപ്പെട്ട് ക്രമീകരണം വരുത്തി ദൈവത്തിലേക്ക് തിരിയാതിരുന്നാൽ ദൈവം നമ്മിലേക്ക് തിരിഞ്ഞു വരും. അത് കഠിനമാകും, അത് ഭയങ്കരമാകും, നമുക്ക് നിൽപ്പാൻ കഴിയാതെ പോകും. നമ്മൾ ഒരുങ്ങേണ്ടത്, നമ്മൾ ക്രമീകരിക്കേണ്ടത് വളരെ ആവശ്യമാകുന്നു. എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം അതിന്റെ അവസാന ഭാഗങ്ങൾ: ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച എല്ലാവരും ഒരു നാൾ ദൈവത്തിന്റെ മുൻപാകെ, ദൈവത്തിന്റെ ന്യായപീഠത്തിന്റെ മുമ്പിൽ, സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടത് ആവശ്യമായിട്ട് വരും. പലരും അന്ന് ലജ്ജിച്ചു പോകും. നിത്യ നിന്ദയ്ക്ക് വേണ്ടി ചിലർ ഉണരും എന്ന് ഡാനിയേൽ പ്രവചനത്തിൽ പറയുന്നു. നിത്യശിക്ഷാവിധിയിലേക്ക് പലര് പോകും. പക്ഷെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച, യേശുവിന്റെ രക്തത്തിൽ ശുദ്ധീകരണം പ്രാപിച്ച് ജീവിതത്തെ കാക്കുന്നവർ നിത്യജീവനിലേക്ക് കടന്നു പോകും. യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 28-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. നമുക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. കേട്ട ഈ വചനഭാഗങ്ങളുടെ മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ആമോസിന്റെ പ്രവചനം ശിക്ഷാവിധിയെ പറ്റിയാണ്. ദൈവം ക്രമം കെട്ട തൻ്റെ സ്വന്തം ജനമായിരിക്കാം, പക്ഷെ ന്യായം വിധിക്കുമെന്നുള്ള ദൂതായിരുന്നു. അത് അതേപടി നിവർത്തിയായെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്
ക്രമീകരണമില്ലാതെ, ശുദ്ധീകരണമില്ലാതെ ദൈവത്തിന് എതിര് നിൽക്കുന്ന, ദൈവത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നമ്മളെയും ദൈവം ശിക്ഷ വിധിക്കുക തന്നെ ചെയ്യും. നമുക്ക് മനസാന്തരപ്പെട്ട് ഒരു മടങ്ങി വരുവിന് വേണ്ടി ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച പല പ്രതിസന്ധികൾ നാം ദൈവത്തിലേക്ക് തിരിയുമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് പലതും നമ്മളുടെ ജീവിതത്തിൽ കടന്നു വന്നു. അത് രോഗമായിട്ടും ഭാരമായിട്ടും പ്രയാസങ്ങളായിട്ടും പലതും ആഞ്ഞടിച്ചിട്ടും ദൈവത്തിലേക്ക് തിരിയാതെ, മുഖം തിരിഞ്ഞ് എനിക്ക് ദൈവത്തെ വേണ്ട, ദൈവസന്നിധിയിലേക്ക് അടുക്കാതെ മാറി നിൽക്കുന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിലും ദൈവം വിളിക്കുകയാണ്, റിട്ടേൺ ടു ഹിം. ദൈവത്തിലേക്ക് നമുക്ക് തിരിഞ്ഞ് വരാം. അവന് എതിര് നിൽപ്പാൻ നമുക്ക് മനുഷ്യരാകുന്ന, ബലഹീനരാകുന്ന നമ്മളെ കൊണ്ട് സാധ്യമല്ല. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനഭാഗങ്ങളുടെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ക്രമം കെട്ടുള്ള ആരാധനയിൽ അങ്ങ് പ്രസാദിക്കുന്ന ദൈവമല്ല. ക്രമീകരിക്കേണ്ട മേഖലകളെ ഇന്ന് പ്രഭാതത്തിൽ അങ്ങ് ഇടപെട്ടല്ലോ. ജീവിതത്തെ ക്രമീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾ ചോദിക്കുന്നു. കുടുംബത്തിലെ ഓർഡർ ശരിയാക്കാൻ, ഞങ്ങളെ ആക്കിയിരിക്കുന്ന സഭയിൽ വിശ്വസ്തരായി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവാത്മാവിന്റെ സഹായം ഞങ്ങൾ ചോദിക്കുന്നു. ക്രമീകരണം പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങൾക്ക് അധികം ദൈവകൃപ ആവശ്യമാണ്. അതിനുവേണ്ടി ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ, വചനം കേട്ട ഓരോരുത്തരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങൾ വേർതിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ക്രമീകരണത്തോടെ ദൈവമുഖത്തേക്ക് നോക്കുന്ന അങ്ങയുടെ മക്കളുടെ വിഷയങ്ങളുടെ മേൽ കർത്താവ് പ്രവർത്തിക്കുമല്ലോ. രാജ്യങ്ങളിൽ കർത്താവ് അവരെ ശക്തമായി ഉപയോഗിക്കുമല്ലോ. കർത്താവെ, അതിനുവേണ്ടി ജനത്തെ അനുഗ്രഹിച്ചടിയൻ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.